ഇന്ന് രാത്രിയിൽ ഗോപിനാഥനാചാര്യ ഇവിടെ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല പ്രസക്തമായ വിഷയം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഓഡിറ്റോറിയത്തിന്റെ നടുവിൽ ലൈവായിട്ട് നിൽക്കുന്നുള്ളെന്ന് മാത്രമാണ്. സ്തോത്രം. അർഹതയില്ലാത്ത സ്ഥാനത്ത് വീണ് കിട്ടിയ ഒരു വലിയ ദാനമാണ് ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. പേരും മതവും ജാതിയും നിറവും വർണ്ണവും വർഗവും നോക്കാതെ അനുദപിക്കുന്ന ഒരു പാപിക്ക് വേണ്ടി സ്വർഗം സൗജന്യമായി കൊടുക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് രക്ഷ. സ്തോത്രം. 40 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ആ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ ദൈവം എനിക്കൊരു മഹാഭാഗ്യം നൽകി. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ എങ്ങനെ ഒതുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളെ എങ്ങനെ നിശ്ചലമാക്കാം എന്നുള്ളതായിരുന്നു ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ സംഘടനയുടെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണികളുടെയും എന്റെയും മാസ്റ്റർ പ്ലാൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സമയോചിതമായ ഇടപെടലാണ് എനിക്ക് ആത്മീയ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കിയത്. ഞങ്ങളുടെ വീട്ടിൽ പെന്തക്കോസ്തുകാർ വന്ന് സ്ട്രൈക്ക് നിന്നിട്ടോ സുവിശേഷ കൺവെൻഷനിൽ പോയി കൈവക്കിയിട്ടോ ഒന്നുമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ജീവിതത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഓടാവുന്ന വഴിയിലെല്ലാം ഓടി അവന്റെ ആരോഗ്യം ബലവുമെല്ലാം നഷ്ടപ്പെട്ട് ലോകത്തിന് രാഷ്ട്രീയത്തിന് സുഹൃത്തുക്കളുമെല്ലാം കൊടുത്ത് അവസാനം അവനെ മരണമെന്ന് പറയുന്ന ഒരു സ്നേഹിതൻ അവനെ മാടി വിളിച്ചു, ഇനി നമുക്ക് മരിക്കാം. അങ്ങനെ അവനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇന്ന് ലൈവോടെ ജീവിച്ചിരിക്കുന്ന ഒരു കർത്തൃദാസന്റെ സമയോചിതമായ ഇടപെടലാണ് എനിക്ക് നിങ്ങളുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ ജീവന്റെ ഉറവിടവുമായ യേശുവിനെ നിങ്ങൾ കണ്ടുമുട്ടിയതുപോലെ എനിക്കും കാണുവാനും അനുഭവിപ്പാനുമുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകിയത്. ഞാനൊരു മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യനല്ല. ജീവനുള്ളവനായ യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വന്ന് എനിക്കൊരു ഹൃദയം വെച്ചു പിടിപ്പിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ പഴയ ഗോപിനാഥനെ എന്നേക്കുമായി കേശക്കുറിച്ച് നീക്കം ചെയ്ത് അതിന്റെ അകത്തുനിന്നും ഒരു പുതിയ മനുഷ്യനെ ദൈവം രൂപാന്തരപ്പെടുത്തിയെടുത്തു. ഇന്ന് രാത്രി 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ച് പ്രസംഗ ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. ചില മേഖലകളിൽ പ്രസംഗത്തിന് ചില സ്പീഡുകൾ വന്നു എന്ന് പറയാം, സ്പീഡ് കൂടി എന്ന് വരാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 1 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ആരെങ്കിലും കർത്തൃദാസന്മാരെന്ന് വായിച്ചാട്ടോ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തന്നെ തന്നെ ഒന്നുമില്ലാതാക്കി തന്റെ എളിമയും താഴ്മയും യേശുക്രിസ്തുവിനോടൊപ്പം ഏർപ്പിക്കപ്പെട്ട് എഴുതിയ ഒരു ലേഖനമാണ് ഇന്ന് രാത്രിയുടെ ഒരു ഭാഗം എടുത്ത് വായിച്ചത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം സ്വയം സമ്മതിക്കുകയാണ്, ഞാൻ മഹാപാപിയായിരുന്നു, ആ പാപിയിൽ ഒന്നാമത്തെ ആളായിട്ട് ഞാൻ തന്നെയാണെന്ന് സ്വയം സമ്മതിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പാപിയാണെന്ന് സമ്മതിക്കുമ്പോൾ മാത്രമാണ് പാപമില്ലാത്ത യേശുവിന്റെ രക്തത്താൽ അവനെ കഴുകി വെടിപ്പാക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നിരുന്നപ്പോൾ കർത്തൃദാസൻ പറഞ്ഞു, പാസ്റ്ററെ അനുഭവ സാക്ഷ്യം ചെറുതായിട്ടൊന്ന് പറയണം എന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് പുതിയതായിട്ട് കടന്നു വന്നതായിട്ടുള്ള മറ്റേ സഭകളിലെ പ്രിയപ്പെട്ടവർക്കും അല്ലെ രക്ഷിക്കപ്പെടാത്തയും യേശുക്രിസ്തുവിന്റെ ആത്മീയ അനുഭവത്തിലേക്ക് ആ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലാത്തവർക്ക് അതൊരു നല്ലൊരു മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നല്ല നിലയിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിട്ട് ഓടി ജീവിതത്തിൽ ചിലതൊക്കെ വാരിക്കൂട്ടി എല്ലാം പൊഴിഞ്ഞുപോയി. ആരോഗ്യം ക്ഷയിച്ചപ്പോൾ, ധനം നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു. ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ ശക്തി എന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടി. അങ്ങനെ മരണവും നിരാശയും ഒന്നിച്ചുകൂടി എന്നെ പിടിക്കുകയും ഞാൻ മരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പല സ്ഥലത്ത് വെച്ച് നടത്തി കനത്ത പരാജയമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ മരിക്കാൻ വന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. ആ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു കൊച്ചു വാടക വീട്ടിൽ ഞാൻ അവിടെ റെന്റ് ഹോമാണ്. അവിടെ ചെന്ന് കണ്ടപ്പോൾ അയക്കെ ആ സെക്യൂരിറ്റിക്ക് എന്തോ ഒരു സംശയം എന്നെ കുറിച്ച് തോന്നി. എന്നോട് ചോദിച്ചു, ഏതാ, എങ്ങനെ? എന്റെ വാക്കുകളൊന്നും സ്ഫുടമല്ലായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല, വണ്ടി വിട്ടു അടിച്ച് നിന്റെ കാരണക്കുറ്റി പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ പേടിച്ച് അവിടുന്ന് സ്ഥലം വിട്ട് കളഞ്ഞു. പ്രൈസ് ഗോഡ്. അവിടുന്ന് മധുരയിൽ പോയി. അവിടെ ഞാൻ നോക്കി, അവിടെ നടന്നില്ല. മരിക്കാനായിട്ട് ഒരു സ്ഥലത്തെല്ലാം മരണം വിട്ടുപോവുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ കിടന്നുപോയി, പല മേഖലകളും ഞാൻ തെരഞ്ഞെടുത്തു. പക്ഷേ മരണത്തിന് എന്നെ ആവശ്യമില്ല. ഞാൻ മരണത്തെ ഓടിച്ചു, മരണം എന്നെ ഇട്ടിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം തിരുവനന്തപുരം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഞാൻ വളരെ ദുഃഖിതനും നിരാശമായിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂറോട് ഇരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതായ സെക്യൂരിറ്റി ഒരാളും ചോദിച്ചു,
ഒത്തിരി നേരമായില്ല ഇവിടെ വന്നിരുന്നിട്ട്, വണ്ടികൾ പലതും പോയിട്ടും എന്താ എങ്ങും പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പോണം. ഇങ്ങനെ കണ്ടിട്ട് ഏതൊക്കെയോ വല്ലാത്തൊരു നിരാശയോ ഒരു പാകപ്പിഴമൊക്കെ തന്നെ ബന്ധത്തിൽ മാനസികമായ പ്രയാസമുണ്ടോ? ഒന്നുമില്ല. ഈ വട്ടിയൂർക്കാവിലൊരു സ്വാമിയുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഭാരങ്ങളും മാറും. സുഹൃത്തെ, നല്ല സന്തോഷം ഉണ്ടാവും, പേര് കേട്ട സ്വാമിയാന്ന് പറഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്ത് ആ വട്ടിയൂർക്കാവിന് 10 പൈസ ടിക്കറ്റ് കൊടുത്ത് ഞാൻ ആ വണ്ടിയിൽ യാത്ര ചെയ്ത് അവിടെ ചെന്നു. കുറുക്ക് വഴിയിലൂടെ ഇടുക്ക് റൂട്ടിലൂടെ തപ്പിത്തടഞ്ഞ് ആ സ്വാമിയുടെ ആ പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്നു. ചെമ്പരത്തിപ്പൂ തെങ്ങോലയുടെ ഒറ്റത്ത് കെട്ടിത്തൂക്കി കുറച്ച് പച്ചോലോൺ ഉണ്ടാക്കി ഒരു ചെറിയ ഷെഡിന്റെ നടുവിൽ ഒരു ആൾരൂപം ഇരുണ്ട വെളിച്ചത്തിൽ ഇരിക്കുന്നു. ഞാൻ ചെന്ന് സ്വാമിയെന്ന് വിളിച്ചു. അദ്ദേഹം ചോദിച്ചു ആരാ? ഞാൻ പറഞ്ഞു അങ്ങേ ഒന്ന് കാണാൻ വന്നതാ. എന്തുവാ? ഞാൻ മനസ്സമാധാനമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാ, എനിക്ക് മരിക്കണമെന്നുള്ള ചിന്തയാ, സ്വാമിയെ കണ്ടാൽ മതി എന്നൊരാള് പറഞ്ഞു. ഇന്ന് പോയിട്ട് വേറൊരു ദിവസം ഇന്ന് സമയമില്ല. അവസാനം അതിന്റെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നെക്കാട്ടിലും കഷ്ടമായിട്ടാ സ്വാമി ഇരിക്കുന്നത്. ആ വഴി അങ്ങ് അടഞ്ഞു. പ്രൈസ്. ഇതൂടായപ്പോ എനിക്ക് കൂടുതൽ ഈ അവസാനത്തെ യാത്ര, ഈ യാത്രയെ തീർന്ന് ഇനി അലയാൻ പറ്റത്തില്ല. ഇപ്പൊ 1-2 ആഴ്ച ഈ കറക്കം തുടങ്ങിയിട്ട് കയ്യിലെ കാശും തീർന്ന് മരിച്ചേക്കാം. അങ്ങനെ അവസാനം തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരത്തേക്കുള്ളൊരു യാത്ര. മംഗലാപുരം പട്ടണത്തിൽ ചെല്ലുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇന്റർസ്റ്റേറ്റിൽ അങ്ങനെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് മുമ്പോട്ട് കടന്ന സമയത്ത് A.T. ജോസഫ് ആറുവെങ്കിൽ വീട്, പഴവങ്ങാടി വി റാന്നി ഐത്തല, ചങ്ങനാശ്ശേരി പാസ്റ്റർ വി എ തമ്പി മറിയമ്മ അവരുടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭയിലെ ഒരു കർത്തൃദാസനായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന്റെ പുറകിൽ ചെന്ന് ഇങ്ങനെ കൈകൊണ്ടുണ്ട്, സാറേ ഈ വഴിക്കൂടെ പോയാൽ ഈ ഭാഗത്ത് വരാം, ഇതിലെങ്ങനെ കറങ്ങി വരാൻ പറ്റുമോ എന്ന് പുള്ളിയോട് ചോദിച്ചു. പുള്ളി പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഉപദേശിയാണ്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഉപദേശിമാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു. കാരണം ഞങ്ങളെ പഠിപ്പിച്ചതും പറഞ്ഞ് മനസ്സിലാക്കി തന്നതും അവരുമായിട്ട് യാതൊരു കാരണവശാലും അടുക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഫ്രണ്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന ഒരു ഉപദേശി. ഞാൻ പെട്ടെന്ന് നടന്നു. എന്നോട് പറഞ്ഞു, നിൽക്കുക സഹോദര, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നടക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ സഹോദര എന്ന് വിളിച്ചത് ഒരു കർത്തൃദാസനായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട്. മറ്റുള്ളവരൊക്കെ പലതും വിളിച്ചിട്ടുണ്ടെങ്കിലും സഹോദര എന്ന എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ നാട്ടിലോ ആരും എന്നെ വിളിച്ചിട്ടല്ലേ. ആദ്യമായി സഹോദര എന്നുള്ളൊരു പദം പ്രയോഗിച്ചത് ഒരു സുവിശേഷം അറിയിക്കുന്ന ഒരു അനുഗ്രഹിക്കുന്ന കർത്തൃദാസനായിരുന്നു. എനിക്ക് അദ്ദേഹമായിട്ട് അടുക്കാൻ വലിയ താല്പര്യം തോന്നുന്നില്ല. ഞാൻ മുമ്പോട്ട് നടന്നു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നമുക്കൊരു പോയിച്ച് പോവാം. ഒരു പട്ടരുടെ ഹോട്ടലിന്റെ മുമ്പിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് നമ്മൾ നാട്ടുകാരൊക്കെ അല്ലേ, എവിടാ വീട്? ഞാൻ വീട് പറഞ്ഞില്ല, ഞാൻ മരിക്കാൻ വന്നയാളും അദ്ദേഹം സുവിശേഷം അറിയിക്കാൻ വന്നയാളുമാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ഒഴിഞ്ഞു മാറി, ലൊക്കേഷൻ പറഞ്ഞില്ല. പുള്ളി ആകെ നോക്കി, എവിടാ സ്ഥലം? ഒച്ചടിപ്പാഷ കേട്ടിട്ട് കോട്ടയമാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഞാൻ വെളിപ്പെടുത്തിയില്ല. പട്ടരുടെ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ ഇദ്ദേഹം നിർബന്ധിച്ച് എന്നെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി, വാ നമ്മുടെ നാട്ടുകാരൊക്കെ ഒരു ചായ കുടിച്ചിട്ട് പോവാ. അങ്ങനെ പട്ടരുടെ ഹോട്ടലിലേക്ക് കയറി അപ്പുറം ഇപ്പുറം ഇരുത്തി. അങ്ങനെ ഇരുന്ന ശേഷം 2 ചായ പറഞ്ഞു. ചോദിച്ചാൽ സഹോദരന് ചായയാണോ വേണ്ടത്, കാപ്പിയാണോ? ഞാൻ പറഞ്ഞ ചായ ആയിക്കോട്ടെ. അങ്ങനെ ഭയങ്കര ചൂടോടെ ഒരു ചായ കൊണ്ടുവച്ചു. ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെ ആ ചായ ഒറ്റയടിക്ക് ഞാൻ അകത്താക്കി. മരണച്ചായ എന്ന് വേണേൽ അതിന് പേര് വിളിക്കാം. അദ്ദേഹം ഒരു ചായ കുടിച്ചു. അദ്ദേഹം ഞാൻ ഈ ചായ കുടിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ ചുണ്ടുകൾ അനക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ദൈവിക വെളിപ്പാടും പ്രാർത്ഥനാ ജീവിതവും ഉള്ള ഒരു കർത്തൃദാസനായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്റെ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ടതും നിരാശപ്പെട്ടതും തകർന്നതും മരണം എന്നെ പിടികൂടിയിരിക്കുന്ന അവസ്ഥയെ ആ മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവിൽ വെളിപ്പെടുകയുണ്ടായി. അദ്ദേഹം അറിയാതെ കന്നഭാവ് പ്രവചിച്ചതുപോലെ പ്രവചിച്ചു. എത്രയോ പേര് നമ്മുടെ നാട്ടിലൊക്കെ വെട്ടാനും കുത്താനും ചാകാനും മരിക്കാനും ഒക്കെ നടക്കുന്ന ഇവരൊക്കെ ദൈവത്തെ അറിഞ്ഞിരുന്നാൽ മതിയായിരുന്നു. ആരാണ്ടെന്ന് പറയുന്ന പോലെ പുള്ളി പറഞ്ഞതാ. അപ്പം ചോദിച്ചു, എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ല കണ്ടത്, പക്ഷെ നമ്മളെ 2 പേരെ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സിമ്പിളായിട്ടുള്ള നമ്മളെ 2 പേരെ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതാ, ഞാൻ പറഞ്ഞു വെയിറ്റർ ആയിരിക്കും എന്ന് ഓർത്ത്. അപ്പൊ പറഞ്ഞു വെയിറ്റർ ഒന്നും അല്ല, അദ്ദേഹം യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആളെ അറിയുമെന്ന് ചോദിച്ചു. പറഞ്ഞു യേശു ക്രിസ്തു ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. യേശു ക്രിസ്തുവിനെയും അറിയേം അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുടുംബത്തിന്റെ അംഗമാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാണ്ട്, ഇതിനേക്കാട്ടിൽ ഏത് വലിപ്പത്തിലുള്ള യേശുവിനെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, പക്ഷേ കാശ് തരണം. ഇതും കൊണ്ട് പോയിട്ട് അവർ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുവച്ച് കോടികൾ ഉണ്ടാക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയത് നക്കാപ്പി ചെയ്യാം. പിന്നെ അതൊന്നും പറയേണ്ട കാര്യമില്ല. അതൊന്നുമല്ല സഹോദര, യേശു അതല്ല. യേശു ജീവനോട് ഇപ്പൊ സ്വർഗത്തിലുണ്ട്. ജീവിതത്തിൽ ആദ്യമായി സ്വർഗം എന്നുള്ള വാക്കും ഈ പാസ്റ്ററുടെ വായുന്നാണ് കേൾക്കുന്നത്. അതുവരെയും ദേവലോകം ദേവലോകം സുന്ദരികൾ അങ്ങനെയുള്ളതായ അവതാരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു മുഴുവൻ. അദ്ദേഹം പറഞ്ഞു സ്വർഗത്തിൽ യേശു ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ആ ആൾ എങ്ങനെ പോയി? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു
മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചു. സഹോദര, നിന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം വരുവാനും നിനക്ക് സമാധാനം തരുവാനും നിനക്കും വേണ്ടിയാണ് യേശു മരിച്ചത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഉള്ളിൽ മുഴുവൻ മരിക്കണം എന്ന് ഉണ്ടയായിരുന്നു. എന്നാൽ കർത്തൃദാസൻ എന്നോട് പറഞ്ഞു, സഹോദരൻ, ഏതായാലും ഞാൻ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ അവസ്ഥ അദ്ദേഹത്തോട് ചെറുതായിട്ട് സൂചിപ്പിച്ചു. ഓക്കെ, എനിക്ക് നീ പറഞ്ഞത് മനസ്സിലായി, പക്ഷെ ഈ യേശു ക്രിസ്തു നിന്നെ വിടുവിക്കുന്നില്ല, ഇപ്പോൾ നിനക്കൊരു മാറ്റം തരുന്നില്ലെങ്കിൽ നീ മരിക്കാൻ പോകൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, നീ പാപിയാണെന്ന് സമ്മതിക്കണം. 2, ക്രിസ്തു നിന്റെ പാപങ്ങൾ കൊണ്ട് ക്രൂശിൽ മരിച്ചെന്ന് ആ കാര്യവും നീ സമ്മതിക്കണം. ഈ 2 കാര്യങ്ങൾ നീ സ്വമനസാനെ സമ്മതിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് ഉറപ്പായിട്ടും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ ആ മണ്ടത്തരമായിട്ടുള്ള 2 വാക്കുകൾ വെറുതെ പറഞ്ഞതാണ്, പക്ഷേ അത് റിയലായിട്ട് കർത്താവ് കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയാൻ യഹോവ സ്വർഗത്തിൽ നോക്കിയപ്പോൾ മനം തകർന്ന, ജീവിതം തകർന്ന്, ഒറ്റപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട് ഓടി നടക്കും ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മനസ്സലിയുന്ന ഒരു രക്ഷകൻ അന്നും ഇന്നും ഉണ്ട്. ഇന്നത്തെ യോഗത്തിൽ അകത്തും പുറത്തും ആരെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തള്ളിക്കളയാനുള്ള സമയമല്ല. നിന്റെ ജീവിതത്തിന്റെ 1ാമത്തെ സ്റ്റെപ്പ് തുടങ്ങുന്ന ഒരു രാത്രിയായിട്ട് മാറട്ടെ. രക്ഷയം പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് തന്നെ ഒരു കറണ്ട് അടിക്കുന്ന ഒരു ഷോക്ക് എൻ്റെ ശരീരത്തേക്ക് വരികയും ആ നിന്ന സ്ഥലമല്ല എനിക്ക് മറന്നു. ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നുന്നല്ലോ. അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ നിമിഷം മുതൽ എൻ്റെ കൂടെ ഒരാൾ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല, പക്ഷെ എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരാള് എൻ്റെ കൂടെ അങ്ങ് നടക്കുകയാണ്. അദ്ദേഹമല്ല, അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. അദ്ദേഹം ട്രെയിനിൽ നിന്ന് തിരിച്ച് കയറ്റിവിട്ടു. സഹോദരൻ നാട്ടിലേക്ക് പോകും, ചങ്ങനാശ്ശേരി പാസ്റ്റർ വി എ തമ്പിയെ പോയി കാണുക, ഞാൻ അദ്ദേഹത്തോടെ ഇൻഫർമേഷൻ കൊടുക്കാം, അദ്ദേഹം അങ്ങ് പോയി കാണണമെന്ന് പറഞ്ഞ് കയറ്റി വിട്ടു. ഞാൻ ട്രെയിനെ കയറിയപ്പോഴല്ല ഈ ആൾ എൻ്റെ കൂട്ടത്തിലുണ്ട്, എൻ്റെ കൂടെ ആ സൈഡിൽ തന്നെ ഇരിക്കുക. പക്ഷെ എനിക്ക് ടച്ച് ചെയ്യാനോ കാണാനോ പറ്റത്തില്ല. എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഒരാൾ എൻ്റെ അടുത്ത് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുതപിക്കുന്ന പാപിക്ക് വേണ്ടി, കരയുന്ന ഒരു പാപിക്ക് വേണ്ടി അവനെ വഴിയിൽ ഉപേക്ഷിക്കാതെ അവനോട് കൂടെ അവന്റെ ജീവിതയാത്രയിൽ കൂട്ടുകാരനായി, രക്ഷകനായി, സഹായിക്കുന്നവനായി, എപ്പോഴും ഉള്ളവനായി ഒരു നല്ല രക്ഷകൻ ലോകത്താവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ആ നല്ല അരുമനാഥനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കുഞ്ഞെ, നീ ചേരൽ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്, നിന്റെ അടുത്തൊരാളും കൂടെ നിപ്പുണ്ട്. നിന്റെ ഓട്ടോറിക്ഷയിലും, നീ വന്ന ഹീറോ ഹോണ്ടയിലും, നീ വന്ന മാരുതി സെന്റിന്റെ അകത്ത്, നീ വന്ന ബുള്ളറ്റിന്റെ അകത്തൊക്കെ നീ തന്നെയല്ല വന്നത്, ഒരാളുകൂടെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നീ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്കകത്ത് ഇപ്പോൾ നീ ഇരിക്കും, ഞങ്ങളുടെ യോഗം നടത്തുകയും ചെയ്യായിരുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നിന്നെ അടർത്തിയെടുത്തതും വിടിവിച്ചതും ഇന്ന് രാത്രി ഈ യോഗ സ്ഥലത്ത് എളിയവനായി എന്റെ പ്രസംഗം കേൾക്കുവാൻ നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്നതും മറ്റാരുമല്ല, ഈ നിന്നോടൊപ്പം തന്നെ കർത്താവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അദ്ദേഹം എന്നെ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഞാൻ അങ്ങനെ വളരെ സന്തോഷമുള്ളവനായിട്ട് ചങ്ങനാശ്ശേരിയിൽ വന്ന് ആദ്യമായി പെന്തക്കോസുകാരുടെ യോഗത്തിൽ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, നിങ്ങളൊക്കെ ഇരിക്കുന്ന, അതുപോലെ അവിടെ ഒരു വലിയ യോഗം നടന്നുകൊണ്ടിരിക്കുക. EM ഗുരുവിള എന്ന് പറയുന്നതായ ഒരു നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു കർത്തൃദാസനോട് വചനം പ്രസംഗിക്കുക. അതെല്ലാം മൂടിയിട്ടിട്ടുണ്ട്, തുണിയുണ്ട്, കർത്തൃമേശയ്ക്കുള്ള ബ്രെഡും അപ്പോൾ എല്ലാം ഇങ്ങനെ മേശയ്ക്കുള്ള വീഞ്ഞും എല്ലാം ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കർത്താവിന്റെ ശരീരമാണ്, ഇത് കർത്താവിന്റെ രക്തമാണ്. അപ്പൊ എനിക്ക് സംശയം തോന്നി, ഇവിടെ അന്ന് മരിച്ച ആ മനുഷ്യന്റെ ഈ ബോഡിയും രക്തം ഇന്നും കഴിക്കുന്ന കൂട്ടരാണെങ്കിൽ ഇവർ എന്നെയും കൈകാര്യം ചെയ്യുമല്ലോ നാളെ. അങ്ങനെ തെറ്റിദ്ധാരണകളെ ഒരു സംശയം ഉള്ളിൽ വരുന്നതാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ആരും കണ്ണടച്ചിരിക്കരുത്, എല്ലാവരും കണ്ണടച്ചിരിക്കണമെന്ന് പറഞ്ഞു, കണ്ണടച്ച് സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിത് പറയാൻ അറിയത്തില്ല. ഞാൻ 2 പറഞ്ഞതെല്ലാം ഉഴപ്പിപ്പോയി, സ്വോസ്രം എന്നായിപ്പോയി. പണ്ട് TPക്കാരൊക്കെ ഞങ്ങളുടെ എല്ലാം റോഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോവാ, സൂദ്രം 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 എന്ന്. പിന്നീടാ മനസ്സിലായി ഇതുങ്ങൾ പറഞ്ഞത് സ്തോത്രമാ, വെട്ടിക്കുറച്ച് എളുപ്പത്തിന് അത് പറഞ്ഞാന്ന് പിന്നീട് അത് മനസ്സിലായത്. അതല്ലെങ്കിൽ ഉള്ള സ്തോത്രം വ്യക്തമായും തിട്ടമായി പറയുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. നന്ദി, ദൈവത്തിന്റെ മഹത്വം. ഞാൻ ആ മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കൂടുതൽ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചിരിക്കണം. ഞാനും കണ്ണിറുക്കി അങ്ങ് അടച്ചു. ആ തരുന്ന സമയത്ത് അദ്ദേഹം ഇരുന്ന ആ ടേബിളിന്റെ അരികിൽ നിന്നും ഭൂമിയിൽ നിന്ന് ഒരു 2 അടി പൊക്കത്തിൽ മറ്റൊരു മനുഷ്യരൂപം, ഒരു വെള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ ആൾക്കൂട്ടത്തിന്റെ മുകളിലൂടെ നടന്ന് ഹോളിന്റെ നടുവിൽ വന്നിട്ട് മൂലയ്ക്കിരുന്ന് എന്റെ നേരെ ഒരു കൈ ഇങ്ങനെ റബ്ബർ പോലെ നീണ്ടു വന്നു. ആ കൈ ഇങ്ങോട്ട് വരികയും അതിഭയങ്കരമായ ഒരു ഷോക്ക് എന്റെ ശരീരത്ത് വന്നു. എന്റെ മുഖമൊക്കെ അങ്ങ് തേജസ് കൊണ്ടങ്ങ് നിറഞ്ഞു. ഉള്ളിൽ ഭയങ്കര സന്തോഷം. എനിക്ക് ഈ ലോകത്തിലുള്ളതൊന്നും വേണ്ട, എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും പോട്ടെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് വലിയൊരു സന്തോഷം. ആ ജീസസ് എന്നുള്ള യേശു എന്നുള്ളതായ വലിയൊരു ആഹ്വാനം എന്റെ ഹൃദയത്തിൽ വരുവാണ്. അന്നേരവും എന്റെ കൂടെയുള്ള ആൾ കൂടെ തന്നെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ ഇരുന്നു പറഞ്ഞ അവരോടി വന്ന് ആരാ ഏതാ എങ്ങനെ വെച്ചാൽ പറഞ്ഞു ഇന്ന പോലെ കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ഒരു 80 വയസ്സുള്ള ഒരു അമ്മച്ചി തൊട്ടടുത്തിട്ടുണ്ട്. പറഞ്ഞു അമ്മച്ചി എന്നെ കണ്ട് പേടിച്ചിട്ട് അമ്മച്ചി ഈയല് പോലെ വിറയ്ക്കുക, കർത്താവേ കാത്തുകൊള്ളണമേ, ശത്രു കാണാതെ കാത്തുകൊള്ളണമേ. ഇന്നലെ വരെ ആരാധിച്ച് ബഹളം ഉണ്ടാക്കിയ പറവൂന് ഞാനിനി അടിമയല്ലെന്ന് പറഞ്ഞ അമ്മച്ചിയാ പ്രൈസലോ വേദനയോടെ ഭാരപ്പെട്ട് കടന്നു എന്നൊരു സഹോദരനെ കണ്ടപ്പോൾ ലക്ഷ്യം തെറ്റി ഓരോന്ന് പറയുന്നത്. ദൈവം ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഏതായാലും കൊള്ളാം, കാര്യങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് നടന്നു, മുമ്പോട്ട് പോയി. അദ്ദേഹം പറഞ്ഞു, അവര് പറഞ്ഞു യാതൊരു കാരണവശാലും നീ നാട്ടിലോട്ട് പോകരുത്, ഇപ്പം ബന്ധപ്പെടരുത്, നിന്റെ പാർട്ടിക്കാർ നിന്നെ കണ്ടാൽ ശരിയാക്കും, നീ മതപരിവർത്തനം നടത്തിയെന്ന് ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നീ പെന്തക്കോസ് ചേർന്ന് നോക്കിയ ഒരു ഹിറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവർ നിന്നെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട്, നീ അങ്ങോട്ട് പോകരുത്, നീ രഹസ്യമായിട്ട് ഒരു വർഷവിലൂടെ നിൽക്കണം, നിന്ന് കഴിഞ്ഞ ശേഷം അതിന്റെ സാഹചര്യങ്ങളെ ഉണ്ടാക്കാം എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാനത് സന്തോഷത്തോടെ അനുസരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തൊന്നും പോകണ്ട, ഇവിടെ തന്നെ എനിക്ക് ചില വർക്കൊക്കെ അവർ തന്നു, ആ വർക്കൊക്കെ ഞാൻ ചെയ്തു. എനിക്ക് ആദ്യമായി ലഭിച്ച വർക്ക് എന്ന് പറയുന്നത് കക്കൂസ് കഴുകാനും മിറ്റമടിക്കാനും ഹോളൊക്കെ ഒന്ന് തുടയ്ക്കാനും. പ്രൈസ് ഇത് കേട്ട് ഇച്ചിരി നാണക്കേടൊക്കെ ഉണ്ടല്ലേ? ആ സ്തോത്രം. അതെടുത്തതിന്റെ മാധുര്യവും മഹിമയും എന്താണെന്ന് പിന്നത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഏതായാലും ഇതൊക്കെ അറിഞ്ഞ സന്തോഷ ദൈവദാസന്മാർക്ക് ഭക്ഷണം മേടിച്ചു കൊണ്ട് കൊടുക്കുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം ഞാൻ സന്തോഷത്തോടെ അതെല്ലാം ചെയ്തു. പ്രൈസ് ഗോഡ്. അങ്ങനെ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വെച്ച് വലിയൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുകയാണ്. ആ യോഗത്തിൽ 200-അധികം പാസ്റ്റർമാരുണ്ട്. അവരെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാസംഗികരും പ്രസ്ഥാനത്തിന്റെ തലവന്മാരുമുള്ള ആൾക്കാരിരിക്കുകയാണ്. അന്ന് തമിഴ്നാട്ടിൽ നിന്നൊരു കർത്തൃദാസി അവിടെ പ്രസംഗിക്കാൻ വന്നത് ഒരു നല്ല ദൈവദാസിയായിരുന്നു, നല്ല കൃപയുള്ള പ്രായമുള്ള ഒരു നല്ല ദൈവദാസിയ. അവരിങ്ങനെ കരങ്ങൾ ഉയർത്തി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഓരോ ദൂതുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളെ ഈ ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലും വിട്ട് സുവിശേഷം അറിയിക്കുമെന്ന് പറഞ്ഞു. പ്രീസലോ. അപ്പൊ അതുവരെ മിണ്ടാതിരുന്ന മുമ്പിൽ ഇരുന്ന പാസ്റ്റർമാരും അവിടെ ഇരുന്ന മറ്റ് പ്രാദേശിക ശുശ്രൂഷകന്മാരെല്ലാം രക്തത്താൽ ചെയ്യും, അടിയൻ മണ്ണാണ്, പൊടിയാണ്, പമ്പയാറ്റിലെ മണലാണ്, ആലുവ കട്ടയാണെന്ന് പറയുന്ന സമർപ്പണമായിരുന്നു. ഭയങ്കര ബഹളം. കരയാത്തവര് കരയുന്നു, വീഴാത്തവര് വീഴുന്നു, സ്തുതിക്കാത്തവര് സ്തുതിക്കുന്നു. ഈ ഒരൊറ്റ വാക്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഈ ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങൾ സുവിശേഷം പറയിക്കുന്നത്. കാരണം ഞാൻ പാർശ്വമൊന്നും അല്ലല്ലോ, ഞാൻ ആ വാതൊക്കെ മുഷിഞ്ഞ വസ്ത്രം എല്ലാം ധരിച്ച് കൈലിയെല്ലാം അവിടെ ഏറ്റവും പുറത്ത് ആ പടിയെ പോയി ഇങ്ങനെ നോക്കിയിരുന്നതില്ലെന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള രീതി കർത്താവിന്റെ ദാസന്മാരെ ഒക്കെ കാണുമല്ലോ. അപ്പൊ ഞാൻ തീരുമാനിച്ചിടാം, വർഗീസ് മാസ്റ്ററാണ് എനിക്ക് പറയണം, പോയി ചോരുമ്പോൾ എനിക്കൊരു ഫോറിൻ സോപ്പ് കൊണ്ടുതരണം, ഒരു ഫോറിൻ സോപ്പ് എനിക്ക് കൊണ്ടുതരണം. ഞങ്ങൾ വലിയ ടൈംസ് അത് ഞാനിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. ആ തോമാച്ചാനായിട്ടും കുഴപ്പമില്ല, അപ്പച്ചൻ പാസ്റ്ററാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഈ സഹോദരി കണ്ണടച്ച് പറഞ്ഞു ചോദിച്ചു, ആ ഇരിക്കുന്ന സഹോദരനോടാ പറയുമെന്ന് പറഞ്ഞു. പ്രൈസലോ. എന്റെ പുറകെ പിന്നെ ഒരു കപ്പളമാ നിൽക്കുന്നത്, അവിടെ സമുദായക്കാരോട് വീടുമല്ല, അവസാനത്തെ കണ്ണിയാണ് ഞാൻ. വേണാടിന്റെ അവസാനത്തെ എക്സ്പ്രസിന്റെ ആ ലാസ്റ്റ് പോയി പറയുന്നത് കപ്പളകൾ ആ ഇരിക്കുന്ന സഹോദരനാന്ന് പറഞ്ഞു. പ്രൈസലോ. ഒടുക്കുകയും ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പ്രൈസലോ. ആ സഹോദരി, ആ കർത്തൃദാസി, അവിടെയുള്ള ദൈവദാസന്മാർ വളരെ ഭാരപ്പെടുത്തിയാണ് വിട്ടത്. എന്നോടൊരു ദൈവദാസൻ തട്ടിയിട്ട് പറഞ്ഞു, എടാ നീ ഭാരപ്പെടുവൊന്നും വേണ്ട, അവര് ചുമ്മാ അങ്ങോട്ട് ഷോയ്ക്ക് പറഞ്ഞതാ. പ്രൈസലോ. അതുകൊണ്ട് ആള് മാറിപ്പോയ, നീ ഒന്നും ചിന്തിക്കൊന്നും വേണ്ട. അയ്യോ എന്റെ അച്ഛാ, ഇപ്പോഴെനിക്ക് ആശ്വാസമായ, നമുക്കിത് വല്ലതും നടക്കുവോ? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഭാഷ തന്നെ അറിയത്തില്ല. അറിയാവുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു, പ്ലീസ് ഹെൽപ്പ് മീ, താങ്ക് യു വെരി മച്ച്, ഐ ആം വെരി ഹംഗ്രി. ഇതും കൊണ്ട് വല്ല നെടുമ്പാശ്ശേരിയെന്നോ തിരുവനന്തപുരത്തെന്നോ എയർ ഇന്ത്യയിലോ ലുഫ്താൻസയിലോ കയറി കഴിഞ്ഞാൽ ആ പെങ്കൊച്ചു വന്ന് ചോദിക്കും, നോൺ വെജ് വെജും ചോദിക്കുമ്പോൾ അത് എന്തെങ്കിലും കൊണ്ടുപോകാൻ കൊച്ച് എന്ന് മാത്രമേ നമുക്ക് മറുപടി പറയാൻ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കഴിവില്ല, ഡിഗ്രി ഇല്ല, ഡോക്ടറേറ്റ് ഇല്ല, BTH ഇല്ല, CTH ഇല്ല, കുലുമുഖയുമില്ല, കുടുംബമുഖയുമില്ല, കപ്പാസിറ്റി ഇല്ല, കഴിവില്ല, സാമ്പത്തിക ഭദ്രതയിൽ ഒന്നുമില്ലാത്ത 2 കാലിലിരിക്കുന്ന ഒരു മനുഷ്യനോട് വന്ന് കിട്ടിയ ദൂത ഈ ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലും വിടുവന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പേടിച്ച് വിറച്ചുപോയി. ദൈവമേ സ്തോത്രം, ഇതെന്തൊരു അബദ്ധമായി കാണിക്കുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന പരിപാടിയാണോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ അതൊരു റിയലായിട്ട് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ജ്ഞാനികളെയും ബലവാന്മാരെയും ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ ബലഹീനവും പോഷത്വമായതും ഏതുമില്ലാത്തതിനെയും ദൈവം തെരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്. ദൈവസഭ കേരളത്തിൽ വളർന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വലിയ PhD-കാരും ഡോക്ടറേറ്റ് എടുത്തവരൊന്നും അല്ല. ഇതുപോലെയുള്ള പാവപ്പെട്ട ദൈവദാസന്മാർ കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് ദൈവസഭ വളർന്നത് മുഴുവൻ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. പ്രിയസലോ. ഞാനും ആശാരി ഉപദേശിയൊക്കെ ഒന്നിച്ചുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടങ്ങൾ. ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി കൺവെൻഷൻ നടത്തുമായിരുന്നു. അന്നൊക്കെ ദൈവവചനത്തിന്റെ ആധികാരികതയുണ്ടായിരുന്നു. സാത്താനും കുന്തമൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പ്രൈസ് ഗോഡ്. കാരണം പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെ ദൈവത്തിന്റെ പ്രവചനം നിറവേറാനായിട്ട് തുടങ്ങി. ആദ്യത്തെ 7 വർഷങ്ങൾ കനത്ത എന്റെ കഷ്ടതയുടെ കാലഘട്ടങ്ങളായിരുന്നു. ഒരു ചായയ്ക്ക് വേണ്ടി ഞാനൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ താറ്റ് കൊടുത്തേക്ക് വന്ന് നിന്നിട്ടുണ്ട്. ഒരു കൊല്ലം എനിക്കൊരു പാൻറ്റാണ് ദൈവം അനുവദിച്ചത്. എന്തിനാ? ഇത് കിട്ടാൻ
കിട്ടാതെ വരുമ്പോൾ ഇട്ടിട്ട് പോകുമോ? ഞാൻ പാൻറ് നോക്കിയോ വീട് നോക്കിയോ സ്വർണം നോക്കിയോ ഒന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ലഭിക്കാത്ത ഒരു സന്തോഷവും എന്നെ സ്നേഹിക്കാൻ കഴിയുന്നൊരു നല്ല ദൈവത്തെ കണ്ടുമുട്ടിയല്ലോ എന്നുള്ള ആനന്ദമാണ് എൻ്റെ ദൈവവിഷയമായി എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്ത്. ദൈവത്തിനെ മഹത്വം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ 7 വർഷം ഞാൻ വളരെയധികം ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ, എനിക്ക് എന്നെ സ്നേഹിക്കാനും സഹായിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. വണ്ടികളിൽ ഞാൻ പാട്ടുപാടാൻ പോകും, പാട്ടുപാടി ട്രാക്ട് കൊടുക്കും, അനുഭവ സാക്ഷ്യങ്ങൾ പറയും. ഇതൊക്കെയായിരുന്നു ആരംഭകാലത്തുണ്ടായിരുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ടായി. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെ എല്ലാം കടന്ന് അനുഭവിച്ച് 7 വർഷം കൊണ്ട് എൻ്റെ അഹങ്കാരം മാറാൻ 2 വർഷം എടുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അഹങ്കാരം, ജാതികളിൽ നിന്ന് വന്നപ്പോൾ ഒരു അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം അത് നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാണെങ്കിലും യേശുവിലേക്ക് വരുമ്പോൾ ഒരു അഹങ്കാര മനോഭാവം നിങ്ങളിൽ ഉണ്ടാവും. അത് ഒറ്റ ഒരു പ്രാർത്ഥന കൊണ്ടൊന്നും പോകത്തില്ല. ഓൾറെഡി 2 വർഷം കൊണ്ടാണ് ആ പൈശാചികവും പ്രാകൃതമായ ദുഷ്ട സ്വഭാവത്തിൽ നിന്ന് അകറ്റപ്പെടുവാൻ ഇടയായത്. 2 നിഗളം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊരു 1.5 കൊല്ലം എടുത്തു. 3ാമതാണ് ദ്രവ്യാഗ്രഹം, സമ്പത്തിനോടുള്ള പണത്തോടുള്ള എൻ്റെ ആഗ്രഹം. ഇതൊക്കെ മാറാൻ അത് 1.5-2 വർഷത്തോളം എടുത്തു. നിങ്ങളൊക്കെ ഇത് അത്ഭുതം തോന്നും ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നോട് പറഞ്ഞു ദൈവം സംസാരിച്ചത്, ഗോപിനാഥന് ആയുസ്സും ആരോഗ്യവും നന്മയും നിനക്ക് ഞാൻ തരാം, പക്ഷെ ഞാൻ പറയുന്ന എല്ലാ ഡിമാൻഡുകൾ നീ അംഗീകരിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അംഗീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. 1, 1 രൂപയ്ക്ക് പോലും കള്ളം പറയരുത്. 2, ഒരു മനുഷ്യന് പോലും ഒരു ദോഷം ചെയ്യരുത്. ഉന്നത ഭാവവും നികളവും ഉണ്ടാകാൻ പാടുള്ളതല്ല. പ്രൈസ് കാണും. ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഞാനതെല്ലാം ചങ്കത്ത് കൈവച്ച് മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ ഓരോന്നങ്ങോട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതേ കർത്താവേ, ദൈവത്തിന് മഹത്വം. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാൽ എനിക്കൊരു നല്ല ഹൃദയം ദൈവം തമ്പുരാൻ വെച്ചു പിടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും, അടുത്ത് പറഞ്ഞത്, എന്നെ അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നിനെ എന്നെക്കാട്ടിൽ കൂടുതലായി നീ സ്നേഹിക്കാൻ പാടുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആദ്യം. കാരണം പിന്നീട് എനിക്കത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നെ അവസ്ഥയിലേക്ക്, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെയും കർത്താവ് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് ഒന്നിനെയും സ്നേഹിക്കാത്ത ഒരു മനസ്സിന്റെ ഉടമയാക്കി ദൈവം തമ്പുരാൻ മാറ്റി. കർത്താവ് നമ്മുടെ നടുവിൽ നിൽക്കുന്നു പറഞ്ഞത് സത്യമാണെന്നത് കർത്താവ് കേട്ടോണ്ടിരിക്കുക കേട്ടോ. ദൈവസ്ഥലത്ത് ആർക്കും കള്ളം പറയാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കാര്യങ്ങൾ 7 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ദൈവിക ശുശ്രൂഷ പ്രവചനങ്ങൾ ഫലിക്കാനായിട്ട് തുടങ്ങി. ഓരോരോ രാജ്യങ്ങളിലേക്ക് എന്നെ വിടാനായിട്ട് തുടങ്ങി. ദൈവത്തിന് മഹത്വം. അങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിലായി 10-16 രാജ്യങ്ങളിൽ സന്ദർശിച്ചു. ഇനി പല രാജ്യങ്ങളിലേക്ക് ക്ഷണനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ക്രമീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കൃപയാൽ യാതൊരു അസുഖവും ഇല്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര കിലോമീറ്റർ ഓടാം, ചാടാം, ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. ഇതെല്ലാം എന്നന്റെ കാര്യം എന്നും ചോദിച്ചാൽ, നാം ദൈവത്തിന് വേണ്ടി സംസാരിച്ചാൽ കുഞ്ഞെ, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവാന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. സമൂഹമായിട്ടുള്ള ബന്ധം 2ാമതാണ്. ദൈവവും നീയുമായിട്ടൊരു നല്ല ബന്ധം അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരോഗ്യം, ബലം, ഐശ്വര്യം, സമ്പത്ത്, ദൈവിക സമാധാനം, 8 മണിക്കൂർ സുഖമായിട്ട് നിനക്ക് കിടന്നുറങ്ങാനായിട്ട് പറ്റും. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിലുള്ള സന്തോഷം 1-ാം നൂറ്റാണ്ടിൽ ലഭിച്ചതുപോലെ നിനക്ക് ലഭ്യമാക്കാൻ തക്കവണ്ണം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ട് പോയി. ദൈവാത്മാവരോട് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ചെയ്താണ് ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ട് എന്ന സ്ഥലത്ത് 5 രാജ്യങ്ങളുടെ ക്രിസ്തീയ ലോക സമ്മേളനം നടക്കുക. അതിന്റെ അകത്ത് എനിക്കൊരു ക്ഷണനം കിട്ടി. അതിന്റെ ലെറ്റർ വന്ന് ജർമ്മൻ ഭാഷ ഇംഗ്ലീഷ് തലതിരിച്ചെഴുതിയിരിക്കുകയാണ്. അങ്ങനെ ആ ലെറ്റർ കിട്ടിയത്. ആ ലെറ്റർ വായിച്ചപ്പോൾ ഒരു ഉപദേശിയെ കാണിച്ചവൻ പറഞ്ഞു, വലിച്ചു കയറി തൂറെ കളയിടൂ, അക്ഷരപ്പശകാന്ന് പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, അയാൾ പറഞ്ഞ് കേൾക്കരുത്, വാഴപ്പള്ളിയിൽ അമ്മാമ്മയെ കൊണ്ട് കാണിക്കേ. അങ്ങനെ ഞാൻ വാഴപ്പള്ളിയിൽ അമ്മാമ്മയെ കാണിച്ചപ്പോൾ അമ്മാമ്മ പറഞ്ഞു, അയ്യോ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, 5 ദിവസമേ ഉള്ളൂ, നിങ്ങൾ അവിടെ ചെല്ലണം, നിങ്ങളെ കാത്ത് അവിടെ ആൾക്കാരവിടെ ഇരിക്കുക. അത് മുഴുവൻ വെള്ളക്കാരാ, സായിപ്പന്മാരാ, അവിടെ നമ്മുടെ മലയാളികളോ നാട്ടുകാരോ ഇല്ല, അവരുടെ അടുത്തോട്ടാ ചെല്ലേണ്ടത്. നോക്കണം, ഇംഗ്ലീഷ് അറിയത്തില്ല, ഡിഗ്രി ഇല്ല, മറ്റ് കഴിവുകളോ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കൾ ആരും ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഒരുത്തൻ മാത്രം കൂടെയുണ്ട്. ആ മംഗലാപുരത്തോടുണ്ട് എന്നെ ഫ്രണ്ടായിട്ട് കൂടി അവൻ മാത്രമേ എന്നോട് കൂടെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അന്ത്യം വരെയും അവനൊന്നും കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ പോരായ്മകളും ബലഹീനതകളും എല്ലാം പരിഹരിച്ച് നടത്താൻ കഴിയുന്ന ഒരു ശക്തനായ യേശുവാണവൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ കാര്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു, മദ്രാസിൽ ചെന്നു. ഇംഗ്ലീഷിൽ അവർ ചോദിച്ചത് അത്യാവശ്യമായ 2 വാക്ക് പഠിച്ചുകൊണ്ട് പോയി. അത് പറഞ്ഞത് ഇച്ചിരി അധികപ്പറ്റായിട്ട് പോയി. അവർ പേടിച്ചു, ഞാനും പേടിച്ചു. ഒരു ഇന്റർവ്യൂ ഇല്ല, വിസ അടിച്ചു, ഒറ്റ വിടിയിലും വെച്ചു കൊടുത്തു. അവിടെ ചെന്നിന്റെ ഫോട്ടോ വെച്ച് സായിപ്പന്മാരാ അവർ കണ്ടുപിടിച്ചു. അവരുടെ മുമ്പിലേക്ക് എന്ന് വീണപ്പോഴാണ് എൻ്റെ സൗന്ദര്യം എനിക്ക് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ നിറവും ആ മുഖവും ഒക്കെ ഇരിക്കുന്നത് കാണണം. മൂസമ്പിയുടെ കളർ പോലല്ലേ, അതിന്റെ മധ്യത്തിലല്ലേ കേരളത്തിൽ നിന്നൊരു സാധനം മന്മനമുണ്ടേ മഷി വീണതുപോലെ ചെന്ന് വീണത്.
ദൈവത്തിന്റെ മഹത്വം. അപ്പം ദൈവം തമ്പുരാൻ ഗ്ലാമർ അടിച്ചു നോക്കില്ല, കരിയോയിൽ അടിച്ചവനെ കൊണ്ടാ കർത്താവ് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയ കുളത്തിലെ ഗ്ലാമർ ബോയ്കളുടെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം താണതിനെ ഉയർത്തുന്നു. കുഞ്ഞെ, നിന്റെ സൗന്ദര്യവും ഗ്ലാമറും ബോഡി ഷേപ്പ് കണ്ടിട്ടല്ല, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. മണ്ണിനാൽ രൂപം കൊണ്ടൊരു മനവാൻ ലോകം രക്ഷിപ്പാൻ, മണ്ണിനാൽ രൂപം കൊണ്ടൊരു മനവാൻ ലോകം രക്ഷിപ്പാൻ, മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപ ബന്ധനം മാറ്റാൻ, മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപ ബന്ധനം മാറ്റാൻ. ദൈവം സ്നേഹമാകുന്നു, ദൈവം വചനമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം ആനന്ദമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. മോദമോടെ ആലപിക്കുകിൽ ഇന്നലെ വെടിഞ്ഞ ഗാനം, മോദമോടെ ആലപിക്കുകിൽ ഇന്നലെ വെടിഞ്ഞ ഗാനം. കാഴ്ചകളൊരുക്കി വേഗം കാഴ്ച കാണാൻ പാടി പോകാം, കാഴ്ചകളൊരുക്കി വേഗം കാഴ്ച കാണാൻ പാടി പോകാം. ദൈവം സ്നേഹമാകുന്നു, ദൈവം വചനമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം ആനന്ദമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. പാടുന്നു ഏഴകളം ഞങ്ങളിന്നു മോദമോടലേറ്റു പാടുന്നു. ദൈവം സ്നേഹമാകുന്നു, ദൈവം വചനമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം ആനന്ദമാകുന്നു. ഒരു ദൈവം ഒരു ശബ്ദം നിനക്കായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നത്തിലാകട്ടെ ദർശനത്തിലാകട്ടെ ഒരു കർത്തൃദാസനിൽ കൂടെയുള്ള ദൈവത്തിന്റെ ആലോചനയായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. അത് കഴിയുമ്പോൾ ദൈവം അതിനുമേൽ അത്ഭുതം പ്രവർത്തിക്കും. ആ ബ്രാക്കറ്റ് പീരീഡ് കനത്ത ശോധന ഉണ്ടാവും, ഒറ്റപ്പെടലുണ്ടാകും, ദൈവത്തെ സംശയിക്കും, ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ കൊള്ളാം എന്നെല്ലാം പല ധാരണകൾ കടന്നു വരും. പക്ഷെ അവിടെയൊന്നും ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ റിയലായിട്ട് സംഭവം നടന്ന ശേഷം ആ വായിച്ച വചനം സ്വർഗത്തിൽ മടങ്ങി ചെല്ലേണ്ടതാണ്. ദൈവം പറഞ്ഞു, എന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനം വെറുതെ എങ്കിലേക്ക് മടങ്ങി വരാതെ അയച്ച കാര്യം സാധിപ്പിക്കും. പ്രിയപ്പെട്ട ഫിലിപ്പ് മാസ്റ്ററോടൊക്കെ ഒരു ദൈവത്തിന്റെ വചനം വർഷങ്ങൾക്ക് മുമ്പ് അറച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കും. അത് ദൈവം അയച്ച ഒരു വചനമായിരുന്നു. അതിന്റെ കാര്യങ്ങളെ സെറ്റ് ചെയ്ത് റെഡിയാക്കി ആ വചനം തിരിച്ചവിടെ ചെല്ലേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ കച്ചവടത്തിന്റെ ഈ പ്രവർത്തനം ഇത്രയും വിപുലമായിട്ട് കൊണ്ടുവരുന്നത് അന്നത്തെ ആ ദൈവ ശബ്ദമാണ്. പ്രൈസ് ഗോഡ്. പറഞ്ഞു മറിയം, നിങ്ങൾക്കെല്ലാം ഓരോ ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. ജർമ്മനിയിൽ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. അതെങ്ങനെ വന്നു, എവിടുന്ന് വന്നൊന്നും എന്നോട് ചോദിക്കരുത്, അതൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരു മദാമ്മ ചോദിച്ചു, ഈർക്കിലി പോലത്തെ മദാമ്മ ചോദിച്ചു, ഇവന്റെ ഇംഗ്ലീഷിന്റെ അകത്ത് ഇവന്റെ ഭയങ്കര ടഫാണല്ലോ ഗ്രാമർ, ഇന്ത്യയിലെ ഇംഗ്ലീഷ് അങ്ങനെയാന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ വിടുതലിന്റെ ശുശ്രൂഷ അവിടെ നടന്നെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രസംഗത്തിന്റെ പോഷത്വത്താൽ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അയ്യോ, ഇവിടൊക്കെ എന്തുമാത്രം ഹിറ്റ ഓരോരുത്തരടിക്കുന്ന DL മൂഡി ഇപ്രകാരം പറയുന്നു, സ്പർജൻ ഇപ്രകാരം പറയുന്നു. ഇവന്മാരെന്തെങ്കിലും കിടന്ന് പറയട്ടെ, നിനക്ക് വല്ലതും പറയാനുണ്ടോ ദൈവം തന്നത്? അത് പറ. അവിടെയാണ് ദൈവിക വിടുതൽ ഉണ്ടാകുന്നത്. ഈ പ്രസംഗം ലെബനോനിലിരുന്ന ഒരു യഹൂദൻ
രക്ഷിക്കപ്പെട്ടൊരു യഹൂദൻ കേട്ടു. അവൻ പറഞ്ഞു, അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ നീ നസ്രത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ വരണം. നസ്രത്തിൽ യേശുവിന്റെ വീടിനോട് ചേർന്നുള്ള നസ്രത്ത് പെന്തക്കോസ്ത് ചർച്ചിൽ മിസ്റ്റർ ഗോപിനാഥനാചാരി താങ്കൾ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പിറ്റേ കൊല്ലം ആ മനുഷ്യൻ എന്നെ അവിടെ ഇറക്കി. അവിടെയും യഹൂദന്മാരുന്നു. അറബികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട 2 പേരാണ് യോപ്പ എയർപോർട്ടിൽ രാത്രി 1:30 എന്നെ സ്വീകരിക്കുന്നത് 2002. പ്രിയപ്പെട്ടവരെ, അവരെന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മതൊന്ന് സ്നേഹിച്ച് ദൈവസ്നേഹമൊക്കെ അവിടെ വെച്ചാണ് ഞാൻ മനസ്സിലായത്. ഇവിടെ വെച്ച് എൻ്റെ പേര് ഗോപിനാഥൻ ആയതുകൊണ്ടും ഞാനൊരു പുറംജാതിയിൽ നിന്ന് വന്നവനായതുകൊണ്ടും എനിക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ടും പുലമുഖമിയും ഡിഗ്രി ഒന്നും ഇല്ലാത്തത് കൊണ്ടും പലരും എന്നെ വേസ്റ്റ് പേപ്പറായി തള്ളിക്കളഞ്ഞു. എന്നാൽ കർത്താവിന്റെ ജന്മനാട്ടിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ഓ മൈ ഡിയർ ഗോപി, ഐ ലൈക്ക് യു എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മതന്ന് എന്നെ കൊണ്ടുപോയി. അവര് നസ്രത്തിലെ പള്ളി കൊണ്ടുവന്നപ്പോൾ വെള്ളക്കാരെ ചുറ്റിയിരിക്കുന്നവര് സായിപ്പുമാരിയ്ക്കുക. ഓരോരുത്തരൊന്ന് കൈ തരുന്നു. ആ ബഹുമാനവും ആദരവും കാണണം. ഞാനിങ്ങനെ കറണ്ടടിച്ചു പോലെ നിൽക്കുക. ഇതൊക്കെ യഥാർത്ഥമായ കാര്യമാണോ? അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? കഴിവുണ്ടോ? എന്താ ഉള്ളത്? എന്ത് യോഗ്യത ഇരുന്നിട്ട് ഇതിങ്ങനെ ഉണ്ടാകുന്നത്? സ്തോത്രം. മൊർദെഖായിയെ മാനിച്ച ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തോണം. ആരെയും വില കുറച്ച് കാണരുത്. എന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ സഹോദരനെ, ആ സഹോദരി, അല്ലെ അവന്റെ തലമുറയെ ഗതിക്കും സ്ഥിതിക്കും വ്യത്യാസം വരുത്തി ദൈവം മാനിക്കുമെന്ന് ഓർത്തോണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ്. ഒരു സായിപ്പ് പറഞ്ഞു, പാസ്റ്റർ ഗോപി ടുഡേ നൈറ്റ് യു പ്രയർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വട്ടത്തിലിരുന്ന ശേഷം എന്നോട് അവൻ പറഞ്ഞു, പ്രേ എന്ന് പറഞ്ഞു. ഞാൻ, കർത്താവേ, നല്ല ദൈവമേ, ഇവിടെ കടന്നു വരാൻ അങ്ങ് ഭാഗ്യം നൽകുമല്ലോ, അങ്ങയുടെ നാട്ടിൽ വന്നല്ലോ എന്നൊക്കെ ഇത്രയും മാത്രം മലയാളത്തിൽ പറഞ്ഞു. പിന്നെ സംഭവിച്ചത്, ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ചില ഭാഷാപരങ്ങൾ ഉണ്ടായിരുന്നു കൊരിന്ത് ലേഖനത്തിൽ. അവരുടെ ഭാഷ അന്യഭാഷയായിട്ട് നാവിന്മേൽ വന്ന അതങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതൊന്നും ബ്രദറൻകാരനോടും അഭിഷേകം പ്രാപിക്കാത്തവരോടൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. തട്ടിപ്പാടി എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. നീ എവിടെ തട്ടിപ്പാന്ന് പറഞ്ഞാലും ഈ ഒരു വചനത്തിനൊരു സത്യമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് മാളികമുറിയിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങിയതാണെങ്കിൽ, ആരെല്ലാം ഒതുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ തന്റെ യഥാർത്ഥ ദാസന്മാരിൽ കൂടെ അതിന്റെ ഫലം, അതിന്റെ ഗുണം, അതിന്റെ ഫലകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് സംസാരിച്ച് എന്നതാ. അപ്പൊ അവിടെ ചെന്നപ്പോ ആ മദാമ എന്നോട് പറഞ്ഞു, ദിസ് ഈസ്, അവൾക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൾ ഉദ്ദേശിച്ച ഒരു ഗ്ലാമർ എനിക്കില്ലായിരുന്നു. അവൾ ചോദിക്കുക, ദിസ് ഈസ് മാസ്റ്റർ. അവൻ പാസ്റ്റർ നിസാറിനോട് ചോദിക്കുക, നസ്രത്തിലെ പാസ്റ്റർ നിസാറാണ്. അവനോട് ചോദിക്കുക, ദിസ് ഈസ് പാസ്റ്റർ, ഇയാളൊരു പാസ്റ്ററാണോ എന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ നിസാർ പറഞ്ഞു, യേസ്, അതെ, ഇന്ത്യൻ മിസ്റ്റർ, ഈ പാസ്റ്റർ ഗോപിനാഥൻ. അത് അവൾക്ക് എന്റെ ലുക്ക് ഇഷ്ടപ്പെട്ട. അത് അവന്റെ ലുക്കിലല്ല, വർക്കില. നീ വൈകിട്ട് 6:30 വരാൻ പറഞ്ഞു. വൈകിട്ട് 6:30 വായിക്കാൻ വന്നു. ആദ്യത്തെ പാക്ഷാവരത്തിലൂടെ അറിയിച്ച ദൂതുകൾ ഇവളെ കയറി പിടിച്ചത്. അവൾക്ക് അറിയാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, ഐ ആം സോറി ബ്രദർ ഗോപി, പ്ലീസ് പ്രേ മീ. ഇവക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പുറമെയുള്ളത് നോക്കും, യഹോവ ആത്മാക്കളെ തൂക്കം നോക്കുന്നു. ഒരാളുടെ തലയോ മീശയോ ഷർട്ടോ സാരിയോ ചുരിദാറോ തോന്നിയിട്ടല്ല അവരുടെ ഭക്തിയെ തിരിച്ചറിയുന്നത്. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു ഹൃദയം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് ഒരു പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നല്ല നാമമുണ്ടെങ്കിൽ, അതവരെ ജയകരമായി നടത്തും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 14-ാമത്തെ ദിവസം ആത്മീയ ഉണർവിലേക്ക് വന്നു. ജനം ഉണർത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ വരാൻ തുടങ്ങി. ഉടനെ എല്ലാവരും വന്ന് തന്നെ സായിപ്പുമാർ വന്ന് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ പ്രൈസ് ദി ലോർഡ് ഒരു കാഴ്ച വസ്തു പോലെ കൊണ്ടു നടക്കുക. അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ദിസ് പാസ്റ്റർ, അവർ പാസ്റ്റർ ഗോപിനാഥനാചാരി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് വലിയ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ടു നടക്കുന്നവരാ എന്നെ കൊണ്ടു നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചെല്ലുന്നവർ പിടിക്കുന്നു, ഇവിടെ വന്ന് ഇരുന്നാട്ട്, പ്ലീസ് സ്കീം, ഇതിനൊക്കെ എന്താണ് വേണ്ടത്, ഇതിന് ഫ്രൂട്ട്സ് ഐറ്റം വേണോ? പ്രൈസ് ദി ലോർഡ്. ഞാനെല്ലാം അവർ തരുന്നെല്ലാം സന്തോഷത്തോടെ മേടിച്ചു, വളരെ ആദരവോടെ വെച്ചു. 16-ാമത്തെ ദിവസം 4 ഇസ്രായേലികൾ യോർദാനി ശാനപ്പെടുത്തി. അതൊരു വലിയ സദ്യയായിരുന്നു. യോർദാൻ ഇവിടത്ത് പോപ്പിക്കൂടെ പോലെ 6 വമ്പൻ കുട കെട്ടി അതിൻ്റെ അകത്ത് അവിടുത്തെ പുട്ട് പീറ്റർ ഫിഷ് ആയിരുന്നു ഏറ്റവും മെയിനായിട്ടുള്ള ഫുഡ്. കാരണം പീറ്റർ ഫിഷ് പത്രോസ് പിടിച്ച് ആ മീൻ ഐറ്റം അതിൻ്റെ ആ ഇനത്തിലുള്ള മീൻ ഫ്രൈ ചെയ്തായിരുന്നു. പിന്നെ ജ്യൂസും മറ്റു കാര്യങ്ങളും. ഇവിടുത്തെ പോലെ കപ്പയും കൂരിത്തലയും കറിയൊന്നുമില്ല. അവരുടെ ഫുഡുകളാണ്. അവിടെ കഴിച്ചു, കണ്ണു നിറഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഇതിനൊക്കെ യോഗ്യത വല്ലതും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. സന്തോഷവും സമാധാനവും ഇല്ലാതെ അന്ധകാരത്തെയും അനാചാരങ്ങളെയും സേവിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി മംഗലാപുരത്ത് കടന്നുപോയൊരു മനുഷ്യനെ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്നൊരു പിടിപിടിച്ച് വലിച്ചുകൊണ്ടിട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി ഞാൻ വളരെയധികം പൊട്ടിക്കരഞ്ഞു. 3 മണിക്കൂർ. കർത്താവേ, അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും. എനിക്ക് യാതൊരു കഴിവില്ലാത്തൊരു മനുഷ്യനാ. എനിക്ക് അവരോട് സംസാരിപ്പാൻ കൃപ തരണം. 1 മാസക്കാലം അവിടെ ശുശ്രൂഷിച്ചു. കർമ്മേൽ കൊടുമുടിക്കും നസ്രത്തിനും ഇടയ്ക്ക് ഒരു സ്ഥലം പ്ലേസിൽ പാസ്റ്റർ ജൂഡി എന്ന് പറയുന്ന ഒരാൾക്ക് കൈവച്ച് താർക്കി അവനെ അവിടെ ശുശ്രൂഷയ്ക്കുക. ഇതാണ് റോയൽ ക്രിസ്ത്യൻ മിനിസ്ട്രീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ വലിയ സംഘടനയ്ക്ക് പേരുവിട്ട് അദ്ദേഹത്തെ അവിടെ ഇട്ടു. എനിക്ക് എന്ത് കഴിവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ, എന്തെങ്കിലും യോഗ്യതയുണ്ടോ? സ്തോത്രം. നിങ്ങൾ പറഞ്ഞാട്ടെ. എന്നാൽ
യോഗ്യതയുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ എൻ്റെ തലയിൽ കൈവച്ച് രഹസ്യമായിട്ട് അനുഗ്രഹിച്ചു. പാസ്റ്റർ വി എ തമ്പി എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ്. മരിക്കുന്നതിന് 6 മാസം മുമ്പ് എന്നെ ആരും അറിയാതെ രഹസ്യമായി മുറിക്കകത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് കണ്ണുനീരോടെ കരഞ്ഞെന്നെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച ശേഷമാണ് അദ്ദേഹം കടന്നുപോയത്. അവരുടെ സഭാചരിത്രത്തിൽ 175-ാമത്തെ പേജിൽ എൻ്റെ കാര്യം അവരുടെ കൗൺസിൽ കൂടി എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത്, അന്ധകാരനഴി എന്ന് പറയുന്ന സ്ഥലത്ത് ബൈസ്കൂളിലെ വിദ്യാർത്ഥികളെ അവിടെ കുറച്ച് വർഗീയവാദികൾ തടഞ്ഞു വെച്ചു. രക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ചങ്ങനാശ്ശേരി ഒരു കൂട്ടം ആൾക്കാർ, പാസ്റ്റർമാർ എന്നെങ്കിലും ആരും വണ്ടിയെന്നിറങ്ങുന്നില്ല പേടിച്ചിട്ട്. എന്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞു, വേഷം മാറുക, വേഷം മാറുക, വേഷം മാറുക. ആരായി പറയുന്നത്? അത് കർത്താവിന്റെ ശബ്ദമായിരുന്നു. അടുത്ത ജൗളിക്കട കയറി വേഷം മാറി, ഒരു കൈലിയും ബനിയനും തോർത്തും മേടിച്ചു, പാനി ഷർട്ടും വാനിൻ്റെ അകത്ത് തൂക്കി. എന്നിട്ട് ആ കൈലി ഉടുത്ത് ബനിയനിട്ട് തലേക്കെട്ടും കെട്ടി 2 സ്ഥലത്തും ആൾക്കാരിങ്ങനെ നിൽക്കുക. അവന്മാര് വരുവിടാ, നമുക്ക് അവരെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗുണ്ടകൾ. അവരുടെ നടുവിലൂടെ ഞാൻ കടന്നുപോയി. ഈ പിള്ളേരെല്ലാം പേടിച്ചു വിറച്ച് തീരപ്രദേശത്ത് ഇരിക്കുക. എന്നെ കണ്ടവരണേ, അയ്യോ ഞങ്ങളുടെ ചേട്ടൻ പിന്മാറ്റത്തിൽ പോയി. ഞാൻ പറഞ്ഞു, പിന്മാറ്റത്തിൽ പോയതല്ല, ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട്, അവരെല്ലാം അവിടെ ഉണ്ട്, ഇവിടെ വരാൻ ഇതേയുള്ള മാർഗം. നിങ്ങൾ ഈ സമുദ്രതീരം വഴി അങ്ങോട്ട് നടന്നു, ഇവരവിടെ നോക്കി നിൽക്കും, നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് രക്ഷപ്പെടുത്തിക്കോളാന്ന് പറഞ്ഞു. ആ ചരിത്രം അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വല്ലം മറ്റും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിക്കണം, ഒറ്റപ്പെടലും വേദന. ചിലപ്പം പഴങ്കഞ്ഞികളും കുറിച്ചിത്തലും ഒക്കെ ഞങ്ങൾ ഒത്തിരി തന്നതാ. ദൈവത്തിന് മഹത്വം. അന്നൊക്കെ തിന്നു കഴിഞ്ഞ ശേഷമാണ് പിന്നത്തേതിലാണ് ദൈവം ഗതിക്കും സ്ഥിതിക്കും ഒക്കെ വ്യത്യാസം വരുന്നത് കേട്ടോ. അവിടെ ദൈവം തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം തന്നെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, എന്റെ ഡേറ്റ് തീർന്നു, എന്റെ എസുരി ഡേറ്റ് തീർന്നു, ദൈവത്തിന്റെ ആലോചന കഴിഞ്ഞു, ഇനി എന്നെ കൊള്ളത്തില്ല എന്ന് ചിന്തിക്കരുത്. എന്നെ ഈ വഴിയിലൂടെ ആ ദൈവം തിരിച്ചു വിട്ടെങ്കിൽ പ്രിയരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ റൂട്ടും വഴിയും നന്മയും. ഈ പുസ്തകം എടുത്തവൻ ആരും പ്രൈസലോ പുതുപ്പള്ളി, മണർകാട്, കോട്ടയം, ഊളംപാറ, കുതിരവട്ടം എന്നീ സ്ഥലങ്ങളിലൂടെ തെണ്ടി നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതല്ലാതെ എടുത്തവൻ പലതും കൊണ്ടും തെണ്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൃദയത്തെ, മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ ഈ പുസ്തകം കയ്യിലെടുത്തതാണെങ്കിൽ ഉള്ളു തുറന്ന് ദൈവത്തിന് സ്തോത്രം കൊടുക്കുകയും ഉള്ള കാര്യം ദൈവത്തോട് ക്രൂശിങ്കിലേക്ക് നോക്കുകയും പറയും ചെയ്ത ഒരു എളിയ ഭക്തനോ നീ ആണെങ്കിൽ നിന്നെ മറക്കാത്ത ഒരു ദൈവം കുഞ്ഞ് ഇന്ന് രാത്രികാലം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അഹങ്കാരം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും, വഞ്ചനയുള്ളവരുടെ വീട്ടിൽ വസിക്കത്തില്ല. ഇന്ന് ആത്മീയ കുളത്തിൽ അഹങ്കാരികളും നികളികളും വഞ്ചകന്മാരും എഴുന്നേറ്റിരിക്കുക. കോമഡി കഥകളും കിളവിക്കഥകളും അല്ല ലോക സംഭവങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യനെ മെനക്കെടുത്തുന്ന പരിപാടി. യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കാത്ത ഒരു യോഗവും പെന്തക്കോസുകാരുടെ യോഗമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കൺവെൻഷൻ സ്ഥലത്ത് പോലും എന്നോട് പറഞ്ഞു, ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഗോപിനാഥനെ കാണാനായിട്ടല്ല എന്റെ ജനം വരുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്റെ വചനം കേൾക്കാനാ എന്റെ ജനം വരുന്നെന്ന് പറഞ്ഞു. അന്നുകൊണ്ട് ഞാൻ എന്റെ കട്ടൗട്ടറെ ഫ്ലക്സ് അടി പരിപാടി ഞാൻ അവസാനിപ്പിച്ചു. കാരണ്ടി യഥേച്ചേരത്തുള്ളൂ. അടുത്തതായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ദൈവദാസന്മാരെല്ലാം നിന്നെ കൈയടിച്ച് സ്വീകരിക്കുമല്ലോ. കർത്താവിന്റെ ദാസനെ എങ്ങനെ കിട്ടുന്ന ആളല്ലേ കൈയടിച്ച് സ്വീകരിക്കാമെന്ന്. ആ സ്വീകരിച്ചു കഴിഞ്ഞ് ചോദിക്കണം, ഈ കൈ അടിച്ചവൻ നാളെ കാലുകൊണ്ട് അടിക്കാതെ രക്ഷപ്പെട്ടോണം. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യന്റെ ദൈവം പുകഴ്ത്തണം, കർത്താവ് പുകഴ്ത്തുന്നവൻ കൊള്ളാവുന്നവൻ. നമ്മളെല്ലാവരും സ്നേഹിച്ചോണം. നമ്മുടെ മനുഷ്യന്റെ ബഹുമാനം നിലനിൽക്കുന്നതല്ല. അവിടെ ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. സ്തോത്രം. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരൊക്കെ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നു. ആ ആരംഭകാലത്ത് PV ആശാരി ഞങ്ങൾ ഒരുമിച്ച് 11 ആൾ കൺവെൻഷൻ മാവേലിക്കര ഞങ്ങൾ 1989 ഒരു കൺവെൻഷൻ നടത്തി. അത് വൻ വിജയമായിരുന്നു. ഞങ്ങൾ ആശാരി കുടുംബത്തിൽപ്പെട്ട 5 പേര് മാത്രമായിരുന്നു. തുളസീധരൻ ആശാരി, ഗംഗാധരൻ ആശാരി, ഒരു കൊല്ലം തോമസ് ഉണ്ട്, പുള്ളി മരിച്ചുപോയി. അവരെല്ലാം മരിച്ചുപോയി. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാവരെല്ലാം പോയി. ആ യോഗം വൻ വിജയമായിരുന്നു. അന്നത്തെ യോഗത്തിൽ 10,000 ആൾക്കാരാണ്. അന്ന് ഈ ഉന്തി വീഴ്ത്തുന്നവന്, ഊതി വീഴ്ത്തുന്നവന്, ശാപം മുറിക്കുന്നവന് ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളും വിശുദ്ധചിരിയും കുശുദ്ധവരെയും ഇങ്ങനെയുള്ള പൈശാചിക ഗ്രൂപ്പുകളൊന്നും ഒന്നില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഭക്തന്മാര് ദൈവവചനമാണ് ഞങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. യേശുവിനെ അങ്ങ് ഉയർത്തി മഞ്ഞു കൊയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് കയറി ജനത്തിന്മേലെ അടിച്ചു. അനവധി ജീവിതങ്ങളെ രക്ഷിക്കപ്പെടുന്നത് 10, 50, 100 പേര് അവർ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നത്. കാലഘട്ടങ്ങൾ മാറി. ഇന്നത്തെ ആത്മീയ കോളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വചനത്തെയും നാമത്തെയും ബൈബിളിനെയും ദൂതിനെയും പ്രവചനത്തെയും കച്ചവടം ചെയ്ത് ദൈവസഭയെ അട്ടിമറിക്കുന്ന വലിയൊരു ഗണം എഴുന്നേറ്റിരിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു ഭക്തന്റെ നിരയിൽ സ്വർഗം നേർതിരിച്ചിരിക്കുന്ന ഇവിടെ നിൽക്കാൻ കുഞ്ഞ് ഇന്ന് രാത്രി നിന്നെ തന്നെ നീ സമർപ്പിക്കണം. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. എക്കാല കൽദയ രാജ്യമായ ഊരിൽ നിന്നും ആ മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. വീട് വിടാനും നാട് വിടാനും ചോർച്ചക്കാരെ വിടാനും ഒക്കെ അബ്രഹാമിന് ഇച്ചിരി പ്രയാസം തോന്നിക്കാണും. തമ്പുരാൻ പറഞ്ഞതല്ലേ ഇറങ്ങി പോരാ ഇരിക്കാൻ പറ്റുമോ? അത് ഇറങ്ങിപ്പോന്നു. പക്ഷേ അതൊരു നല്ല യാത്ര തന്നെയായിരുന്നു. സ്തോത്രം.
പുതുപ്പള്ളിൽ ഒരു ദൈവദാസനുണ്ട്, PT തോമസ് സാർ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ദൈവവചനം ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരാളാണ്. കാനവച്ചൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു. ഞാനും മേരിക്കോവരും കാനവച്ചനും ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ആയിരുന്നു കൂടുതൽ കൺവെൻഷൻ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് ഒരു 8 മാസം മുമ്പ് കടന്നു ചെന്നു. അച്ഛൻ ആരും അറിയാതെ തന്നെ മുട്ടുകൂത്ത് നിർത്തി എൻ്റെ കരഞ്ഞെൻ്റെ തലേ കണ്ണുനീരോടെ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷം കടന്നുപോയത്. ഞാൻ ആ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണു നിറയും. ഒരു ദൈവപുരുഷൻ നഷ്ടപ്പെട്ടതിൽ എനിക്ക് സഹിക്കാനാവാത്തൊരു വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ കറകച്ചാലിൽ നിന്ന് മാമൂട്ടിന് പോകുമ്പോൾ ഒരു പെന്തക്കോസുകാരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവൻ പോയത് നന്നായി. പ്രൈസ് ആ കുടുംബം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സഹോദരിയും കുഞ്ഞുങ്ങളും കണ്ടോ, കാനവച്ചൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഒരു ദൈവപുരുഷൻ നഷ്ടപ്പെട്ടതിനുള്ള വേദന. പക്ഷെങ്കിൽ മറ്റേ പെന്തക്കോസുകാരൻ്റെ കൂടെ പോയപ്പോൾ അവൻ അപകടകാരിയായിരുന്നു. ഉപദേശിമാരുടെ നേരെ കുതിര കയറി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. സഭയ്ക്കകത്ത് ഗുണ്ടായിസം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷയ്ക്കെതിരെ പള്ളു പറഞ്ഞു. ഇവരൊക്കെ ചെയ്തവനാണ്. ദൈവശാപം മേടിച്ചവനൊന്നും നിൽക്കാതിരിക്കുക ഏറ്റവും നല്ലത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഭയിൽ ധാരാളം പേർ കടന്നു വരും. കരങ്ങളടിച്ച് അന്യഭാഷ പറയുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവർ ദയവായിട്ട് നിങ്ങൾ പ്രധാന സഭയിലേക്ക് പോകണം. നിങ്ങൾ എന്തിനാ പെന്തക്കോസിന്റെ അകത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? തെരുതെരെ സ്തോത്രം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നും പറഞ്ഞ് ആരെങ്കിലും ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾ സമുദായ പള്ളികളിലേക്ക് ചെല്ലണം. അവിടുത്തെ അച്ഛന്മാർ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കും. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭയിൽ വന്നു കഴിഞ്ഞാൽ സ്വത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുതങ്ങളെയൊക്കെ വർണ്ണിക്കേണ്ടതിനും കുറ്റമില്ലായ്മയും ഞാൻ എൻ്റെ കൈകളെ കഴുകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കഴുകലുണ്ട്. കുറ്റമില്ലായ്മയിൽ കഴുകിയെടുക്കുന്ന ഒരു കൈ ഇന്ന് രാത്രികാലം ഉണ്ടായിരിക്കണം. കുഞ്ഞെ, ആരും പാപം ചെയ്യാത്തവരാരും ലോകത്തിലില്ല. തെറ്റുപറ്റാത്തവരാരുമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നോക്കട്ടത്തിലും വാക്കിലും ഒക്കെയും പലവിധ കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവാകുന്ന വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് പോകരുത്. അന്നന്ന് തന്നെ അത് കത്തിച്ച് ചാരമാക്കി കളയണം. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ പ്രാർത്ഥനയിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് ഹൃദയത്തെ ശോധന ചെയ്ത് ഈ ദുഷ്ടലോകത്ത് നിന്നെ നശിപ്പിക്കുവാൻ ലോകവും ജഡവും പിശാചും നിന്നിലേക്ക് കടത്തിവിട്ട വേസ്റ്റുകൾ അതാത് സമയത്ത് തന്നെ കത്തിച്ച് ചാരമാക്കി വീണ്ടും ജീവന്റെ വചനത്തോടെ അത്ഭുത രോഗശാന്തിയിൽ പൈശാചിക നിന്റെ ബോഡിയിൽ തൊടാതെ നിന്നെ ജയകരമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതിനാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. കാൽവറിയിൽ കർത്താവിനെ യാഗമാക്കിയതുകൊണ്ട്, കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ക്രൂശിച്ചതുകൊണ്ട് പുതുപ്പള്ളിക്കാരായ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? കാൽവറിയിൽ യേശുവിനെ യാഗമാക്കിയതുകൊണ്ട് കള്ളനും തല്ലിപ്പുളിയും ആഭാഷനും ദുഷ്ടനുമായിരിക്കുന്ന ഒരു ബർബാസിനെയാണ് 4000 വർഷം പറയുന്ന യഹൂദന്മാർക്ക് ലഭിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. കാൽവറിയിൽ യേശുവിനെ യാഗമാക്കിയതുകൊണ്ട് പീലാത്തോസിന്റെ പടയാളികൾക്ക് അരുമനാഥന്റെ നിലയങ്കിയുടെ ചില പീസുകൾ ലഭിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ കാൽവറി യാഗമാക്കിയതുകൊണ്ട് പരദേശിയെ കുഴിച്ചിടാൻ ഒരു വലിയ ശവക്കോട്ട അവർക്ക് ലഭിക്കാനിടയായി. യേശുക്രിസ്തുവിനെ കാൽവറി യാഗമാക്കിയതുകൊണ്ട് മാനസാന്തരവും സ്നാനവും വിശുദ്ധിയും വേർപാടും സത്യവചനവും ആവശ്യമില്ലാതെ അന്ന് അവിടെ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് മുട്ടനൊരു തടിക്കുരിശ് കിട്ടി. നമുക്ക് വിലയേറിയ രക്ഷ കിട്ടി. ആ രക്ഷയുടെ സന്തോഷത്താലാണ് ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? ഈ രാഷ്ട്രത്തിന് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടിയോ അല്ല. ഒരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന ഒരുവനുണ്ട്. ആ രാജ്യത്തിലേക്കുള്ള വീസ അടിച്ചു കിട്ടാനായിട്ട് നമ്മുടെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡത്തിലെ ആത്മാവിലെയും സകല കന്മഷവും മാറ്റി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ ഇന്ന് രാത്രി ദേഹം ദേഹി ആത്മാവിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക തന്നെ വേണം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ നിന്നും ഹാം, ശേം, യാഫത്ത് 3 പേര് നോഹയുടെ പുത്രന്മാർ പുറത്തു വന്നു. അതിന്റെ അകത്ത് ഒരാളാണ് ഹാം, രണ്ടാമത്തെ ആള് ശേം, മൂന്നാമത്തെയാണ് യാഫത്ത്. പ്രൈസ് ഗോഡ്. ഒരു കുടുംബത്തിൽ നിന്നും പുറത്തു വന്നതായിട്ടുള്ള ഈ 3 പേർ 6000 വർഷത്തെ ഇടവേളകളിൽ സന്തന പരമ്പരകളായിട്ട് പെറ്റുപെറ്റു പെരുകി ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് മാറിപ്പോയി. അതിന്റെ അകത്ത് ശേമിന്റെ കൊച്ചുമോനാണ് അപ്പോസ്തലനായ പൗലോസും. ഹാമിന്റെ കൊച്ചുമോനാണ് എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനും ഷണ്ടനും യെരുശലേമിലെ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയവനുമായ ആ മനുഷ്യനാണ്. ഹാമിന്റെ കൊച്ചുമോനാണ് ഷണ്ടൻ. പ്രൈസ് ദി ലോർഡ്. യാഫത്തിന്റെ കൊച്ചുമോനാണ് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഇറ്റാലിയൻ ആർമിയിലെ സീനിയർ ഓഫീസർ. മനസ്സിലായല്ലോ പറഞ്ഞത്? അങ്ങനെ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഇവർ 3 പേരും 3 ആദർശങ്ങളിലും രാജ്യങ്ങളിലും വിവിധ 3 വകുപ്പുകളിലുമായിരുന്നു ഇവരുടെ ലൈഫുകൾ മുഴുവൻ. ഒന്നാമതായി ഇറ്റലിക്കാരനാണ് കൊർന്നല്യോസ്, ആഫ്രിക്കക്കാരനാണ് ഷണ്ടൻ, അതുപോലെ തന്നെ ഏഷ്യക്കാരനാണ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഒരുത്തൻ തീവ്രവാദി, മറ്റവൻ മന്ത്രി,
വേറൊരുത്തൻ പട്ടാള ഓഫീസറെ. ഒരിക്കലും യോജിക്കാത്ത മൂന്ന് ധ്രുവങ്ങളിലാണ് ഇവർ മൂന്ന് പേര് നിൽക്കുന്നത്. ഒന്നൊരു തീവ്രവാദിയും, മറ്റൊന്ന് ഒരു മന്ത്രിയും, മറ്റൊന്ന് ഒരു പട്ടാള ഓഫീസറും. പ്രൈസ് ഗോഡ്. ഇവരെ ദൈവം സന്ദർശിക്കുന്ന വിധമാണ് ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ദൈവിക ഇടപെടൽ ഉണ്ടായത്? ഈ പട്ടാളക്കാരൻ എങ്ങനെ മാനസാന്തരം വന്നു? ഈ തീവ്രവാദിക്ക് എങ്ങനെ മാനസാന്തരം വന്നു? ഈ ഷണ്ടൻ എങ്ങനെ രൂപാന്തരം വന്നു? സ്തോത്രം. അതേക്കുറിച്ചാണ് ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്നത്. നോക്കുക, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കാനും വിശ്വസിക്കാനും യോഗ്യമായ ഒരു വചനം തന്നെയാണ്. ഈ മൂന്ന് വ്യക്തികൾ അവിടെ ഇത് അംഗീകരിച്ച് യോജിക്കുന്ന ഒരു ഭാഗം അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് മഹാപുരോഹിതന്റെ തോലിലടിച്ച ലെറ്ററുമായിട്ട് ഈ മാർഗത്തിൽപ്പെട്ടവരെ, ഏത് മാർഗത്തിൽപ്പെട്ടവരെ? യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചു മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തെ, സ്ത്രീ പുരുഷന്മാരെ പിടിച്ചു കെട്ടി അടിക്കാനും ഉപദ്രവിക്കാനും ഗുണ്ടായുസം കാണിക്കാനും അവിടുത്തെ പള്ളിയിൽ നിന്ന് അവിടുത്തെ തിരുമേനി അടിച്ചുകൊടുത്ത, പുരോഹിതൻ അടിച്ചുകൊടുത്ത തോലിലടിച്ച ഒരു സീലുമായിട്ട് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം. അവന്റെ പരിപാടി മുഴുവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ശൗലിന്റെ പരിപാടി മുഴുവൻ ഈ മാർഗത്തിൽപ്പെട്ടവരെ ഉപദ്രവിക്കുക, പിടിച്ചു കെട്ടുക, ഇല്ലാതാക്കുക. ഒരു പേപ്പർ കഷ്ണം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ദൈവസഭയുടെ പ്രവർത്തനങ്ങളും യേശുക്രിസ്തു ആരംഭിച്ച ഈ വമ്പൻ പ്രസ്ഥാനവും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ച നേരത്ത് കൂട്ടുകാരുമായിട്ട് ഒരു വമ്പൻ പദ്ധതി തയ്യാറാക്കി ഒരു വലിയ കമ്മ്യൂണിറ്റിയിലൂടെ ഒരു ഗൂഢസംഘത്തിന്റെ നേതാവായിട്ട് ഒരു മുമ്പോട്ട് പോയതാ. ഒരിടത്തെ പ്രവർത്തനം പൊളിക്കാൻ, പ്രാർത്ഥന പൊളിക്കാൻ, ദൈവദാസന്മാരെ ഉപദ്രവിക്കാൻ. പക്ഷേ ആ യാത്രയിൽ ദൈവം അവനെ വഴിയിലിട്ട് പിടിച്ചു എന്നുള്ളതാണ്. എന്നെ മംഗലാപുരത്ത് റോഡിലിട്ട് പിടിച്ചെങ്കിൽ പൗലോസിനെ ദമസ്കോസിന്റെ വാതിക്കലിട്ടാണ് പിടിച്ചത്. ഇവരെ മൂന്ന് പേരെ ഓരോരോ നിലയിലാണ് ദൈവം സന്ദർശിക്കുന്നത്. ഒരാളെ പെരുവഴിയിൽ വെച്ചാണെങ്കിൽ മറ്റേ ആളെ കുതിരവണ്ടിക്കകത്തിട്ടാണ് പിടിക്കുന്നത്. മൂന്നാമത്തെ ആളെ കൊർന്നല്യോസിനെ ഒരു വീട്ടുപ്രാർത്ഥനയിലാണ് ദൈവം പിടിവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആഫ്രിക്കക്കാരനും ഇറ്റലിക്കാരനും ഏഷ്യക്കാരനും മൂന്ന് ധ്രുവങ്ങളിൽപ്പെട്ട് ഒരു കുടുംബത്തിൽ നിന്ന് പോന്ന ഒരപ്പന്റെ കൊച്ചുമക്കളാ മൂന്ന് പേരും. പക്ഷെങ്കിൽ മൂന്ന് പേരുടെ സംസ്കാരം, മൂന്ന് നിറം, മൂന്ന് ജാതി, മൂന്ന് രാജ്യം, മൂന്ന് തൊഴില്, ഇങ്ങനെ ആയിപ്പോയി. പ്രൈസ്. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. കണ്ടുമുട്ടിയാൽ പോലും അറിയത്തില്ല. ജ്യേഷ്ഠനീയന്മാരാ ഇവര് മൂന്ന് പേരും. ആരൊക്കെ? അപ്പോസ്തലനായ പൗലോസും ഈ ഷണ്ടനും യാതെല്ലാം അവരെ കൊർന്നല്യോസും ജ്യേഷ്ഠനീയന്മാരാ, ഇവര് ചേട്ടനീയന്മാരാ. ഒരു കുടുംബത്തിൽ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഹാം, ശേം, യാഫത്ത് ഇവരുടെ കൊച്ചുമക്കളാണ് അവർ മൂന്നും. പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉണ്ടോ? കാലത്തിന്റെ സമ്പൂർണതയിൽ സർവശക്തനായ ദൈവം അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ എങ്ങനെയാണ്? അനന്തരം വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. പ്രൈസ് ദി ലോർഡ്. അനന്തരം വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. ദാവീദിന്റെ കൂടാരം വീണുപോയി. യഹൂദ ഗോത്രം, ഇസ്രായേൽ ഗോത്രം ഇന്ന് നിലവിലില്ല. അവരുടെ കൂടാരമില്ല, അവരുടെ രാജ്യത്തെ ഭരണങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ബെൻഗുറിയോന്റെ ഗവൺമെന്റിൽ 1942 ആരംഭിച്ച ഒരു ജനാധിപത്യ ഭരണമാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ളത്. ദൈവത്തിന് മഹത്വം. ദാവീദിന്റെ ഗ്രഹമെന്നില്ല, അത് വീണുപോയി. എന്നാൽ അത് വീണ്ടും ഞാൻ പണിയാൻ പോവുകയാണ്. അതിൽ താമസക്കാരാരാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? നേരത്തെ ദാവീദിന്റെ ഗ്രഹത്തിൽപ്പെട്ടവരും ഇസ്രായേലിലും യഹൂദയിൽ നിന്നുള്ളവരായിരുന്നുവെങ്കിൽ ഇനിയും പുതുക്കി പണിയുന്ന കൂടാരത്തില് ലോകത്തിലെ സകല ജാതികൾക്കും ആ കൂടാരത്തിലേക്ക് പ്രവേശനമുണ്ട്. യഹോവേ, പ്രൈസ്. ദൈവത്തിന്റെ വചനത്തിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും ഞാൻ നിവർക്കും. പ്രൈസലോ. അങ്ങനെ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ വാഗ്ദത്തങ്ങൾക്ക് അന്യരായിരുന്ന, ദൈവമില്ലാത്തവരായി ജീവിച്ച നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇപ്പോൾ ഒരു പുതിയ കൂടാരത്തിലേക്കുള്ള പ്രവേശനം തന്നിരിക്കുകയാണ്. ദൈവത്തിന് വീണ്ടെടുക്കപ്പെട്ട ലോകത്തിലെ യഹൂദന്മാർ ദൈവത്തിന്റെ ജനമാണ്. അവരോടൊപ്പം നമുക്കും ഇരിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒരു രാജ്യത്തിന്റെ, ഒരു അപ്പത്തിന്റെ അംശങ്ങളായി തീരാനുള്ള ഒരു വലിയ വഴി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ജാതികളായി നമുക്ക് രക്ഷയുടെ സന്തോഷത്താൽ ഒരു വലിയ വീണ്ടെടുപ്പും മാനസാന്തരവും തിരുവെഴുത്തിലൂടെ യേശു ക്രൂശിന്മേൽ ഒരുക്കി. അതാണ് ഇന്ന് രാത്രികാലൂടെ പറയുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുവീൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് കേവലം ഒരു ഉണ്ണിയേശുവിനെ കുറിച്ചല്ല. ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉണ്ണിയേശുവിനെ ആരാധിക്കുന്നവരുണ്ട്. ഉണ്ണിയേശുവിനോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും പുതുപ്പള്ളിക്കാരുണ്ടെങ്കിൽ പറയാം, നസ്രത്തിൽ സെന്റ് മേരിയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശുവിനോട് പുതുപ്പള്ളിക്കാരത്തെ ഒരു സാറാമ പ്രാർത്ഥിക്കുക. എൻ്റെ ഇടത്ത് ബ്രസ്റ്റിൻ്റെ അകത്ത് ക്യാൻസറാണ് ഉണ്ണിയേശു, അത്ഭുതകരമായിട്ട് എൻ്റെ ക്യാൻസറെ സൗഖ്യമാക്കണേ ഉണ്ണിയേശു എന്ന് പുതുപ്പള്ളി എന്നൊരു സാറാമ പ്രാർത്ഥിച്ചാൽ സാങ്കല്പികമായിട്ട് മറുപടി നമുക്ക് എങ്ങനെ എടുക്കാം? ഉണ്ണിയേശു പറയും, മമ്മി വിടത്തില്ല,
ചാച്ചൻ വിടത്തില്ല. അഥവാ മമ്മിയും ചാച്ചനും വിട്ടാലും ആള് പുതുപ്പള്ളി പറഞ്ഞ് എങ്ങനെ വരും? അത് വരണമെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വഴി, കുവൈറ്റ് വഴി കയറി ഡൽഹി വന്ന് ഗുജറാത്ത് വഴി ഇവിടെ വരുമ്പോഴത്തേന് സാറാമ്മയുടെ ശവടക്കം കഴിഞ്ഞ് ഒന്നാമത്തെ പെരുന്നാളും കഴിയും. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. അപ്പം ദാവീദിന്റെ സന്ധിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് അപ്പം മരിച്ച യേശുവിനോട് പ്രാർത്ഥിച്ചോ, കുരിശേ കിടക്കുന്ന യേശുവിനോട് പ്രാർത്ഥിച്ചാലോ? കുരിശേ കിടക്കുന്ന യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു ലൈവായിട്ട് മറുപടി പറയും, എന്റെ സാറാമേ, ഞാനിതിൽ ഇറങ്ങി നടന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടായിരുന്നു. ഇവന്മാരെന്റെ കാലേലും കയ്യേലും ആണി തല്ലി കയറ്റി തൂക്കിയിട്ടിരിക്കുക, ഞാൻ എങ്ങനെ വന്ന് നിന്നെ സൗഖ്യമാക്കാനായിട്ടാ? അപ്പൊ ആ പരിപാടി നടക്കത്തില്ല. സ്തോത്രം. എന്നാൽ 16 വയസ്സുള്ളവനായി ആശാരിപ്പണി ചെയ്യാനായിട്ട് യോസേപ്പ് പിതാവിനോടുകൂടെ നസ്രയത്തിന്റെ വീതിയിലൂടെ അപ്പനും മോനും കൂടെ പോകുക. അപ്പോൾ ആ 16 വയസ്സുള്ള ആ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ മറുപടി പറയും, യേശു പറയും, ചാച്ചൻ വിടത്തില്ല. അത്യാവശ്യമായി ഞങ്ങള് ഒരു സ്ഥലത്തൊരു വർക്ക് എടുത്തിരിക്കുക, ഞങ്ങൾ പോകുക, ചാച്ചൻ വിടത്തില്ല. അവിടെ എല്ലാം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, പറഞ്ഞല്ലോ. ഇനി കല്ലറയിലിരിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കാം. കല്ലറയിലിരിക്കുന്ന യേശുവേ ഇറങ്ങി വരൂ, എന്നെ സൗഖ്യമാക്കൂ, അങ്ങനെ സ്പർശിക്കെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദവും വരത്തില്ല. ആൾ ഓഫായി പോയി, ആള് മരിച്ചുപോയി, റുമാലി കൊണ്ട് ബന്ധിച്ച് കല്ലറയ്ക്കകത്തിരിക്കുക. ഓത്രം. അപ്പം കല്ലറ യേശുവിനോട് പ്രാർത്ഥിച്ചാലോ, കുരിശേ കിടക്കുന്ന യേശുവിനോട് പ്രാർത്ഥിച്ചാലോ, ആശാരിപ്പണിക്ക് പോകുന്ന യേശുവിനോട് പ്രാർത്ഥിച്ചാലോ, ഇൻഫന്റ് ഉണ്ണി യേശുവിനോട് പ്രാർത്ഥിച്ചാലോ ഒരു വിടുതലും കിട്ടത്തില്ല, അവിടെ ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ നേരെ മഴിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് പുൽപ്പള്ളിയല്ല പുതുപ്പള്ളിയല്ല ഏത് ചന്ദ്രനെഴുന്ന് നീ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിന്റെ ലൈവായിട്ട് നിന്റെ അരിക്കൽ വന്ന് 24 മണിക്കൂറിനകം നിനക്ക് പരിഹാരം തരാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അതാണ് ഉയർത്തെഴുന്നേറ്റനായ യേശു. പ്രൈസ് ദി ലോർഡ്. ആ ഉയർത്തെഴുന്നേറ്റവനായ യേശുവാണ് ഇന്ന് രാത്രി എന്നെയും നിന്നെയും കൊണ്ടു നടക്കുന്നത്. ദൈവത്തിന് മഹത്വം. നമ്മളോടൊപ്പം ജനിച്ചവരും പാടിയവരും കൈകൊട്ടി ആരാധിച്ചവരും ദൈവത്തെ സ്തുതിച്ചവരും മാന്യ സഹോദരങ്ങളെ പലരും ലോകത്തുനിന്നും മാറ്റപ്പെട്ടു. പലരുടെയും വേർപാടിൽ മനം നൊന്ന് ഇന്ന് രാത്രി പ്രാർത്ഥനയിലിരിക്കുന്ന ചില ദൈവമക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്തിനാണ് നിനക്കൊരു ആയുസ് ദൈവം കൂട്ടി തന്നത്? നിനക്കൊരു 2025 എന്തിനു വേണ്ടി തന്നു? നിന്നെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പുറകോട്ട് നോക്കുമ്പോൾ ഒന്നും നിനക്കില്ല, കൈമലർത്തി നോക്കിയാൽ ഒന്നുമില്ല. ഒരു പിടി കടവും വേദനയുള്ള ഒരു ഹൃദയവും പ്രൈസലും മാനസികമായി തകർന്ന ഒരു അവസ്ഥയാ. മതി. അതിന്റെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഒടിഞ്ഞു കിടക്കുന്ന മനം തകർന്നു കിടക്കുന്നവരിൽ കൂടിയാണ് ദൈവം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിന്റെ നല്ല സമയങ്ങൾ മാറിപ്പോയിട്ടില്ല. ഒന്ന് ഒരുങ്ങുവാനും മെരുങ്ങാനും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. കർത്താവ് എന്നെ നന്നായിട്ടൊന്ന് കഴുകണം, നന്നായിട്ടൊന്ന് പണിയണം. എന്നിൽ നിന്നും വിട്ടുപോകേണ്ടതായിട്ടുള്ള എല്ലാ വൃത്തിഹീനമായ സ്വഭാവങ്ങളും ശൈലികളും തുടച്ചുമാറ്റി ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമയായി അങ്ങയുടെ നല്ല ആത്മാവിനെ എന്റെ ഹൃദയത്തിലാക്കി തരണം. സാത്താൻ നമുക്കൊരു വിഷയമൊന്നുമല്ല. സാത്താന്റെ കഥയൊക്കെ എന്നേ കഴിഞ്ഞു. വാഴ്ചകളെ അധികാരങ്ങളെയും ക്രൂശിൽ മേൽ വെച്ച് യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. ഇപ്പൊ മണർകാട് പോലീസ് സ്റ്റേഷനിലെ അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം റിട്ടയർഡ് ആയിട്ട് പോയി. പക്ഷേ പുള്ളിയുടെ ആ തൊപ്പിയും ലാത്തിയും അതെല്ലാം കൂടെ മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പുള്ളി റിട്ടയർഡ് ആയിട്ട് പോയി. വർഷങ്ങൾക്ക് ശേഷം മണർകാട്ട് അവരെ വെച്ച് കണ്ടു. പറഞ്ഞ ഒരു സല്യൂട്ട് അടിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ യാതൊരു ആവശ്യമില്ല. ഈ പുള്ളി ഇപ്പൊ അധികാരമൊന്നും ഇല്ല, തൊപ്പിയും ലാത്തിയൊന്നും ഇല്ല. മനസ്സിലായല്ലോ പറഞ്ഞത്? ഒരിക്കൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവൻ കയ്യിൽ വെച്ച് ഒത്തിരി പേരെ വെള്ളം കുടിപ്പിച്ചവരായിരുന്നു സാത്താൻ. എന്നാൽ ക്രൂശിലെ മരണത്തോടെ യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവൻ കരസ്ഥമാക്കി. ഇനിയും പേടിക്കേണ്ടത് ദൈവത്തെയാണ്, സാത്താനെയല്ല ഭയപ്പെടേണ്ടത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ നീ മുറുകെ പ്രസാദിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്നോട് പറയാം. സാത്താന്റെ റേഞ്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എന്നോട് എല്ലാം സാത്താൻ ശരിക്കും പോരാടിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 1-2 വട്ടം തെസ്സലോനിക്കയിലേക്ക് പോകാനുണ്ടെങ്കിൽ സാത്താൻ ബ്ലോക്ക് ചെയ്തു. സാത്താൻ തടഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ഒരു സാത്താന്റെ ദൂതനത്തിന്റെ ഇതെല്ലാം ദൈവം നിയമിച്ച കാര്യങ്ങളൊക്കെയാണ്. ദൈവത്തിന് മഹത്വം. അതായത് ഒരിക്കൽ ഒരു സിംഹം, പല്ലുപൊഴിഞ്ഞ ഒരു സിംഹം ഇരകിട്ടാതെ ക്ഷീണിച്ച് 2 ആഴ്ചയായിട്ട് കിടന്നപ്പോൾ ഒരു പെരുമ്പാമ്പ് ആ സിംഹത്തിന്റെ മുമ്പിലേക്ക് വന്നു. സിംഹത്തിന് വലിയ സന്തോഷം. 2 ആഴ്ചയായിട്ട് വിശന്ന് കിടക്കുകയാണല്ലോ, ഒരര കിട്ടി, താടിക്കേറി ഒരു പിടി പിടിച്ചു. പെരുമ്പാമ്പിനെ മൊത്തം അങ്ങ് സിംഹം അങ്ങ് വിഴുങ്ങി. വലിയ സന്തോഷമായി പോയി. 2 മാസത്തിന് ഇനി ഒന്നും കഴിക്കണ്ട. എന്താണ് സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. ആ പെരുമ്പാമ്പിനെ മൊത്തം വിഴുകിയ ശേഷം സിംഹം അങ്ങ് ഉറക്കം ആരംഭിച്ചു. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴും പാമ്പ് അകത്തോട്ട് പോയ എന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. വന്ന പുള്ളി ഇവനെക്കാട്ടിലും വലിയ വീരനായിരുന്നു. ഇവൻ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് ബാഗിൽ കൂടെ ഇറങ്ങി അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് പിയായിന് പറ്റിയത് പരിപാടി. മനസ്സിലായോ? ദൈവത്തിന് പല നിലകളിൽ ആ അലറുന്ന സിംഹം പോലെ നമ്മളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ പല വിഷയങ്ങളെയും അവൻ വിഴുങ്ങിയതാണ്.
പക്ഷേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീരുമെന്ന് തീരുമാനിച്ചു, പക്ഷേ നടന്നില്ല. നമ്മൾ ഈസി ആയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ദൈവം ഒരുക്കി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും, ഞാൻ വാളൂരും. ഇയാൾ പറഞ്ഞു ഒരു കാര്യം ഇങ്ങനെ നടന്നു. പ്രൈസ് ദി ലോർഡ്. അവസാനം എവിടെ പോയി? ഈയമ്പോലെ അവൻ ചെങ്കടലിനടിയിലേക്ക് പോയി. സാധാരണ ഒരുത്തൻ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ ഇവിടെ മുങ്ങിയെങ്കിൽ തിരുവാതിക്കലേ അവന്റെ ബോഡി കിട്ടത്തുള്ളൂ. ഇതങ്ങനെയല്ല. ആ പറവൻ നിന്നിടത്ത് ഓൺ ദ സ്പോട്ടിൽ താഴുകയായിരുന്നു. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ മിസ്രയീമിൽ മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. ഞാൻ 35-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന രാമകൃഷ്ണൻ കണിയാൻ എന്തോ പറഞ്ഞത്. അവൻ 50 പോയി. ഞാൻ ഏറെക്കുറെ അതിനെല്ലാം മോളിൽ കയറി സെഞ്ചുറി അടിച്ച് നിൽക്കുക. എന്തുകൊണ്ടാ? ഒരു കണിയാനോ ഒരു ജ്യോതിഷനോ അല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. യഹോവേ, എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച ജീവപുസ്തകത്തിൽ പേരുള്ള ഒരു ഭക്തന്റെ കാലഗതികൾ തീരുമാനിക്കുന്ന സ്വർഗമാ. അല്ലാത്തവന്റെ എല്ലാം കാലന്റെ കയ്യിലാ. നാളത്തെ പുതുപ്പള്ളിയിലെ മലയാള മനോരമയ്ക്കകത്ത് ആരുടെ ഫോട്ടോയാ ഇവിടുന്ന് വരാനുള്ള കാര്യം തീരുമാനിക്കുന്നത്? മലയാള മനോരമയെ ഇവിടുത്തെ എഡിറ്ററല്ല, സ്വർഗത്തിലെ ദൈവമാ. അതിന്റെ 6-ാം പേജിൽ ഇന്നിവിടെ അടുപ്പിച്ചു വെച്ചിരിക്കുന്ന ശവപ്പെട്ടി നാളെ 108-ൽ ആർക്കാ കൊടുക്കേണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പെട്ടിക്കടക്കാരനോ ബാൻകാരനും അല്ല, അത് സ്വർഗത്തിലെ ദൈവമാ. ഒരു 108 നിനക്ക് വേണ്ടി വന്നതാണ്, പെട്ടി ലൈവായിട്ട് വന്നതാണ്, ഓക്കെ അടിച്ചതാണ്. പക്ഷെ ഇല്ല, മരണം മാറി ജീവങ്കിലേക്ക് വന്നു. വക്കോളവും പറ്റിയ പല വിഷയങ്ങളെ ഉന്തി മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി ചൈതന്യത്തോടെ നിർത്തിയതിന്റെ പിന്നിലെ രഹസ്യം യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നവരാണ്. ദീർഘായുസ് ദൈവത്തിന്റെ ദാനമാണ്. മക്കളെയും കൊച്ചുമക്കളെയും കാണും, അത് ദൈവത്തിന്റെ തന്നെ. ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത്. ചിട്ടയായ ജീവിതവും ശരിയായ വ്യായാമവും മനഃശുദ്ധിയോടെ നീ കർത്തൃമേശ എടുത്തു നോക്കി. ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ നിനക്ക് തരും. മക്കളെയും കൊച്ചുമക്കളെയും കാണും. അടയപ്പെട്ട വഴികളും തടയപ്പെട്ട നന്മകളും ദൈവത്താൽ തുറക്കപ്പെടുമെന്ന് ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും തിരുവചനത്തെ ആസ്പദമാക്കി പ്രിയരെ ഞാൻ നിങ്ങളോട് എന്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്. ദൈവത്തിന്റെ മഹത്വം. വീഴ്ചകൾ വരാം, തെറ്റുകുറ്റങ്ങൾ വരാം. എന്റെ ഈ ആത്മീയമായ വളർച്ചയിൽ ഇതുവരെ എന്നെ സഹായിച്ചത് പെന്തക്കോസ്ത് കോളത്തിലെ മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടം വിശ്വാസികളും ഉപദേശിമാരും സാത്താനും കൂടെ കൂടിയാ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് മുഴുവൻ. ഞാൻ അവരോട് നന്ദി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് നിങ്ങളവർക്ക് മുഴുവൻ മാനസാന്തരപ്പെട്ട ഒരിക്കലുമല്ല. വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ പൊങ്ങിയത് കൊണ്ടോ ബ്രെഡ് കടിച്ചു പറിച്ചത് കൊണ്ടോ വൈൻ കഴിച്ചത് കൊണ്ടോ ഒന്നും ദൈവത്തിലാകത്തില്ല. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. പൊന്നുപോലെ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കാൻ ഒരു കഴിവാണ് ആദ്യമായി വേണ്ടത്. ഇതിന്റെ അകത്ത് യേശുവാണ് ഇരിക്കുന്നത്. വേറെ ഒരുത്തന് ഇതിന്റെ അകത്ത് കയറാൻ പാടുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി യേശുവിനെ മാത്രം ഹൃദയത്തിൽ സ്ഥാപിച്ചോ, ഒരു ദോഷവും നിനക്ക് വരത്തില്ല. നീ പോകുന്ന വഴികളിലും പാതകളിലും എല്ലാം ഇരുട്ട് പടപട മാറും, ദൈവപ്രകാശം ഉണ്ടാവും. യേശുക്രിസ്തുവിന്റെ റേഞ്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല. വെള്ളക്കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ വിശ്വസ്തൻ, സത്യവാൻ, രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നവൻ, ജാതികളെ വെട്ടാൻ അവന്റെ വായിൽ നിന്നും വാൾ പുറപ്പെടുമെന്നു. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൾ ജാതികളെ വെട്ടാനുള്ള വാളാണ്. യഹോവയുടെ വായിൽ നിന്ന് തീ പുറപ്പെടുന്നു, കൂരിരുണ്ണി അവൻ കാൽ കീഴാകുന്നു. അധർമ്മമൂർത്തിയെ ഒടുക്കിക്കളയുന്ന അത്യുജ്ജലമായ ഒരു ശ്വാസമാണ് അവന്റെ വായിൽ നിന്നും പുറപ്പെടുന്നത്. ഈ 3 വിധത്തിലുള്ള ആക്രമണമാണ് പ്രതിയോഗിക്കെതിരെ സ്വർഗം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ കരസേനയും വ്യോമസേനയും വായുസേനയും കൂടെ കൂടിയുള്ള ഒരാക്രമണം ഇന്ത്യ ഗവൺമെന്റിന് ഉണ്ടെങ്കിൽ അതിലും എത്രയോ ഹൈ പവറാണ് കുഞ്ഞെ നിന്നെ ദൈവം വിടുവിച്ചിരിക്കുന്നത്. നിനക്ക് വിരോധമായി നോക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് യേശുവിനെ കണ്ടേ ഉടനെ പ്രൈസല സാത്താൻ ചോദിച്ച്, ഭൂതങ്ങൾ ചോദിച്ച്, പിന്നെ എന്നാ ഉണ്ട് യേശു സുഖമായിരിക്കുന്ന, പിതാവൊക്കെ സ്വർഗത്തിൽ സുഖമായിരിക്കുന്നല്ല. യേശുവിനെ കണ്ടേ ഉടനെ കിടന്ന് കരയാൻ തുടങ്ങി. അയ്യോ, ഞങ്ങളെ കൈകാര്യം ചെയ്യരുതേ, ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങൾ പൊക്കോളാം. അത് ഉറക്ക നിലവിളിച്ചത് വിട്ടുപോയെന്ന. ദൈവത്തിന് മഹത്വം. അതാണ് സംഗതി. അതുകൊണ്ട് നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിന് മഹത്വം. അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. പലപ്പോഴും നീ അത് മനസ്സിലാക്കുന്നില്ല. ചില ആൾക്കാർ പ്രസംഗിക്കാൻ തുടങ്ങിയ സാത്താന്റെ കാര്യത്തെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. എന്തിനാ ഈ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ? പാണ്ടിലോറ് കയറി ഒരു രാജവെമ്പാല തൃശ്ശൂർ ഇവിടെ പുതുപ്പള്ളി കവലയുടെ നടത്തി ചത്ത് കിടക്കുക. അന്നേരവും പറയുന്നത് എന്നതാ, പാമ്പ് പാമ്പ് പാമ്പ്. അതിന് കരളില്ല, കാട്ടില്ല, കിഡ്നിയില്ല, കുടലില്ല, സിസ്റ്റം ഒന്നുമില്ല. അതെല്ലാം കംപ്ലീറ്റ് ചതഞ്ഞടുത്ത് ഓട്ടോറിക്ഷക്കാർ കൊണ്ടുപോയി. ആ പടം മാത്രമേ ഉള്ളൂ. എന്നിട്ടും പറയുന്നത് എന്നതാ, പാമ്പ് 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 പാമ്പ്. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പ്രവൃത്തിയെ അഴിച്ചു കളയാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പീരിത്തത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. ശക്തിയുടെയും ബലത്തിന്റെയും ജ്ഞാനത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് കുഞ്ഞെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഒരു ആഫ്രിക്കക്കാരനും ഒരു ഏഷ്യക്കാരനും ഒരു ഇറ്റലിക്കാരനും അത്ഭുതകരമായി ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നു. ദൈവത്തിന് മഹത്വം.
കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്നൊരു പ്രാർത്ഥനയിലാണ് അദ്ദേഹത്തിന് ആത്മസമർപ്പണം ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് പെന്തക്കോസുകാരെക്കാട്ടിലും വളരെ മാന്യത നിറഞ്ഞ മനസ്സാക്ഷി, നല്ല അനുഭവ സമ്പത്തുള്ള ഒരാളാണ് കൊർന്നല്യോസ്. ഭക്തനാണ്, ധർമ്മം കൊടുക്കുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. അങ്ങനെ ഒന്നിലധികം ഗുണവിശേഷങ്ങളുള്ള ഒരാളാണ് കൊർന്നല്യോസ്. മിസ്റ്റർ കൊർന്നല്യോസ്, ഇന്ന് നീ മരിച്ചാൽ നിന്നെ കാലകിങ്കരന്മാർ അല്ലെങ്കിൽ പിശാചിന്റെ ദൂതന്മാർ വന്ന് നിന്നെ നരകത്തിൽ കൊണ്ടുപോകും. എന്തുകൊണ്ട്? ക്രിസ്തു നിന്റെ ജീവിതത്തിലില്ല. നീ നല്ലവനാ, ഭക്തനാ, പ്രാർത്ഥിക്കുന്നവനാ, ധർമ്മം കൊടുക്കുന്നവനാ. പക്ഷെങ്കിൽ നിത്യം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലില്ല, നിനക്ക് നിത്യം ലഭിക്കത്തില്ല. സ്തോത്രം. ആ സത്യം മനസ്സിലാക്കുവാൻ പത്രോസിനെ ആ ഭവനത്തിലയച്ച് ആ പ്രാർത്ഥനയിൽ കൊർന്നല്യോസ് ഉപാധികളില്ലാതെ ദൂതേറ്റെടുത്തവൻ സമർപ്പിക്കുന്നു. താനും തന്റെ കുടുംബവും സ്നാനമേറ്റു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് സ്നാനപ്പെട്ടു, ഷണ്ടൻ സ്നാനപ്പെട്ടു, ലുദിയ സ്നാനപ്പെട്ടു, കൊർന്നല്യോസും കുടുംബവും സ്നാനപ്പെട്ടു, കാനവച്ചൻ സ്നാനപ്പെട്ടു, ഗോപിനാഥനാചാര്യ സ്നാനപ്പെട്ടു. അങ്ങനെ ജനകോടികൾ എന്നും സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ ജനവുമായി ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ഇപ്പോഴും ഈ പൂശുപണിയായിട്ട് നടക്കാതെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യാൻ നിന്റെ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ ചെല്ലു പറയുന്നു, ഇഷ്ടം കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് സ്നാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടിട്ടില്ല, ഓക്കെ മതി. അങ്ങനെയാണെങ്കിൽ കൺവെൻഷൻ കഴിഞ്ഞ് അവസാനത്തിൽ ഞാൻ ഒന്നുകൂടെ വരാം, എനിക്ക് കുരിശുണ്ടാക്കാൻ അറിയാം. ഇവിടെ ഒരു കുരിശ് ഞാൻ നാട്ടിയിട്ട് നിന്നെ അതേ ആണി വെച്ച് തറച്ചതേ തൂക്കും, അതിലേലും പോകും, കയറി പോകും. പ്രൈസ് ദി ലോർഡ്. അതിലൊക്കെ എത്രയോ ലളിതമായ മാർഗമാണ്. പന്നിക്കട തോട്ടായിപ്പാലത്തിന്റെ അവിടോട്ട് വന്നാൽ അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ ഫിലിപ്പോസ് സ്നാനപ്പെട്ട് കൈവിട്ട് വിടാമല്ലോ. ദൈവത്തിന്റെ മഹത്വം. ഇതാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. രക്ഷയ്ക്കായി കാക്ഷിക്കനെ അതിലാക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. മതതീവ്രവാദിയുടെ മാനസാന്തരം. അനന്യാസ് എന്ന പേരുള്ള ഒരുവൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. കർത്താവ് അവനോട്, അനന്യാസേ, അടിയൻ, നീ നേർവീതിയിലേക്ക് ചെല്ലുക. ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ പുതുപ്പള്ളിയിൽ ഉണ്ടെങ്കിൽ അവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. യഹോവയുടെ കണ്ണ് എല്ലായിടത്തും കൊണ്ട് ആകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരാണ് ദൈവിക ദർശനവും അരുളപ്പാടും ആലോചനകളും ദൈവം തമ്പുരാൻ അറിയിക്കുന്നത്. നീ ചെല്ലേണ്ട റൂട്ട്, ചെല്ലേണ്ട വഴി, കൊടുക്കേണ്ട വിഷയം, പ്രാർത്ഥിക്കേണ്ട ആലോചന എല്ലാം ദൈവം മണിമണിയായിട്ട് ഇറക്കുകയാണ്. ദൈവത്തിന് മഹത്വം. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. വെള്ളിയിൽ നിന്നും കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഉരുപ്പടി കിട്ടും. പെന്തക്കോസിന്റെ അകത്ത് നല്ല ഉരുപ്പടി കിട്ടണമെന്നുണ്ടെങ്കിൽ കീടം നീക്കിക്കളയണം. ഇപ്പം പലതും മുക്കുവണ്ടമായി മാറിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. മുക്കുവണ്ടങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്തുനിന്ന് വെള്ളിയിൽ നിന്ന് കീടം കളഞ്ഞെങ്കിലേ നല്ല വെള്ളി രംഗത്ത് വരത്തുള്ളൂ. പെന്തക്കോസ് കോളത്തിൽ നിന്ന് ചില കീടങ്ങൾ പുറത്തു പോകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞെ, നിനക്കൊരു ദിവസമേ തന്നിട്ടുള്ളെങ്കിലും നീ കർത്താവിന് വേണ്ടി ജീവിക്ക്. ദൈവം ഒരിക്കലും നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ തന്നെ അനവധി കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു. കർത്താവ് തന്നെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയായിരുന്നു. PAB സാംസാറ്, പല്ലപ്പള്ളി പൊടിക്കുഞ്ഞ്, മുണ്ടിയപ്പള്ളി ചാക്കോയെ, വാരിയാപുരം ജോനാച്ചന്, അന്നമ്മ മാമന്, ഇവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഹാർദവമായ സ്നേഹവും സഹായവും നൽകി എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരാണ്. ഉപദേശിമാരുടെ ഒന്നും ഊരുവിനാക്ക് മേടിച്ച് ഞാൻ എൻ്റെ ദേഹത്ത് വെച്ചിട്ടില്ല. അവരെയൊക്കെ ഞാൻ ആദരിച്ചു, അവരെയൊക്കെ ഞാൻ മാനിച്ചു. അവരെല്ലാം നിത്യതയിൽ പോകുന്നതിന് മുമ്പായിട്ട് പലരും എൻ്റെ തലയെ കൈവച്ച് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഒരു നന്മയാ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു കർത്തൃദാസനെതിരെ നിന്റെ വാ വിളിക്കാൻ പോകരുത്. ഒരു ഉപദേശിക്കരുത്, നീ കുതിര കയറാൻ പോകരുത്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിന്റെ ദൈവത്തോടെ നീ അത് പറയാവൂ. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഉറപ്പും ധൈര്യവും കിട്ടും. ഇല്ല, ഇതുവരെ ചില ഉഴപ്പ് പരിപാടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നുകൊണ്ടത് അവസാനിപ്പിക്കുക. മുങ്ങിയത് കൊണ്ടോ പൊങ്ങിയത് കൊണ്ടോ കാര്യമായില്ല. ആന്തരിക രൂപാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഈ ഷണ്ടൻ യെരുശലേമിലെ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. പടുകൂറ്റം പള്ളിക്കകത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോയവനാ. ഒരാട്ടുംകുട്ടിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് അതിന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് യെശയ്യാപ്രവചനം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പീലിപ്പോസിനോട് ആര് പറഞ്ഞു? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തേരിനോട് ചേർന്ന് നടക്കാൻ. അങ്ങനെ തേരിനോട് ചേർന്ന് നടക്കുന്ന സമയത്ത് നീ വായിക്കുന്നത് വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അവിടെ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെയായിരിക്കും? ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരും തേരിൽ കയറിയിരുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാരക വിചാരകനും മന്ത്രിയുമായിരുന്ന ആ ഷണ്ടനാണ്. അവൻ തിരിച്ചു കൊടുത്തു, കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. വചനം അവന്റെ ഉള്ളിൽ ചെന്നു, വചനത്തിന് അവൻ വിധേയപ്പെട്ടു. ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്ത ദൂതുകൾ അവൻ ഏറ്റെടുത്തു. വെള്ളമുള്ളടത്ത് ചോദിച്ചു, ഇതാ വെള്ളം,
സ്നാനത്തിന് തടസ്സമെന്നാൻ ചോദിച്ചു. വിശ്വസിക്കുന്നെങ്കിൽ ആകാം, ഒരു പ്രശ്നമില്ലായിരുന്നു. നാട്ടുകാർ തടസ്സമില്ല, വീട്ടുകാർ തടസ്സമില്ല, പള്ളിക്കാരിളകിയില്ല, കുഞ്ഞമ്മയുടെ മക്കൾ വന്നില്ല, ആരും വന്നില്ല. അത് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെടുക്കുന്ന തീരുമാനമായിരുന്നു. ഇരുവരും വെള്ളത്തിലിറക്കി അവർ സ്നാനമേറ്റെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വഴിയാത്രയിൽ ആ മനുഷ്യൻ ലഭിച്ചു. സ്തോത്രം. അങ്ങനെ ഇവർ ഈ ചേഷണീയന്മാരെ 3 പേരെയും ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ കൊടുമ്പാപത്തിൽ ജീവിച്ച ഈ 3 പേരെയും യേശുക്രിസ്തുവിലൂടെ വലിയ രക്ഷയ്ക്ക് ഉടമകളായിട്ട് മാറി. ഇന്നവർ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ പല രാജ്യങ്ങളിൽ ശത്രുക്കളെ പോലെ ഞങ്ങൾ കഴിഞ്ഞു, വർഗീയവാദികളായി, തീവ്രവാദികളായി കഴിഞ്ഞു. എന്നാൽ ഞങ്ങളുടെ യേശു കർത്താവ് ഞങ്ങൾക്കൊരു നല്ല ഹൃദയം നൽകി. ഞങ്ങളുടെ ആ രക്തബന്ധത്തിന്റെ വില ഞങ്ങൾക്ക് മനസ്സിലായി. യേശു ഞങ്ങൾക്ക് അത്ഭുതകരമായി വിടുതൽ നൽകി. ഞാനും നിങ്ങളൊക്കെ കീരിയും പാമ്പും പോലായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്. ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് കൊലയും നടത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടു നടത്തി, പോലീസ് സ്റ്റേഷൻ കയറി, കോടതി കയറി, ഗുണ്ടായുസം കാണിച്ച്, തീപ്പന്തങ്ങൾ കത്തിച്ച് നടന്ന വലിയ പുള്ളികൾ എവിടെ ഇരിക്കുന്നത്? പെന്തക്കോസ്ത് വന്ന ഉപദേശിമാർക്കൊന്നും തല്ലാനും വെട്ടാനും അറിയത്തില്ലെന്നാ പലരും ധരിച്ചിരിക്കുന്നത്. ഒറ്റ ഏറിനൊരാളെ താഴെ കളയാനുള്ള ഉന്നം വരെ പഠിച്ച പുള്ളികളുടെ അതിരിപ്പുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ടൈക്കറ്റും മെറ്റിലും കൊച്ചുപിച്ചാത്തി ഇതൊന്നും അല്ല. ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി പ്രയോഗിച്ചതാ. ആ പ്രൈസ് ദി ലോർഡ്, അതിന്റെ ഗുണനിലവാരം ഞങ്ങൾ മനസ്സിലാക്കിയതാ. ഇന്ന് ഞങ്ങളുടെ ആയുധം ദൈവത്തിന്റെ സർവായുധമാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നൽകിയവൻ രക്ഷാദാനവും തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷാദാനവും തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൽപാദസേവയതം ഞാനെന്നു സ്തുതിക്കും. ഞാൻ പരനെ തിരുമനുസുതനെ ആനന്ദഗാനങ്ങൾ സ്തുതിക്കും. ഞാൻ പരനെ തിരുമനുസുതനെ സ്തുതിക്കും.
എവിടെങ്കിലും ഒരു യേശുക്രിസ്തുവിന്റെ ഫോട്ടോ ഒരു ഹോട്ടലിന്റെ അകത്തോ ഒരു വെയിറ്റിംഗ് ഷെഡിലോ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ആ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാമോ? ആ പെരുന്നാൾ സ്ഥലത്തെ അന്നത്തെ ആ വാണത്തിന്റെ ആ വെടിക്കെട്ടിന്റെ ആ പൂത്തിരിയുടെ ആ പ്രകാശം അടിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ആരെങ്കിലും പറയും നിങ്ങൾ കേട്ടുണ്ടോ? ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും മാനസാന്തരം ഉണ്ടാകത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല. ദൈവവചനത്തിലൂടെയാണ് മനുഷ്യന് രൂപാന്തരം സംഭവിക്കുന്നത്. ഞങ്ങൾ ജാതികളായി ജീവിച്ചപ്പോൾ അവിടെ ഇഷ്ടം പോലെ എല്ലാം ഉണ്ടായി. ദൈവങ്ങൾക്ക് കുറവില്ല, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കൊന്നും കുറവില്ലായിരുന്നു. പക്ഷേ രക്ഷ എന്ന് പറയുന്ന ഒരു വലിയ ഘടകം അവിടെ ഞങ്ങൾക്ക് കാണാനില്ലായിരുന്നു. ദൈവത്തിന് മഹത്വം. ദൈവവചനത്തിലൂടെയാണ് രക്ഷയുടെ സന്തോഷവും രക്ഷിക്കപ്പെട്ടതിന്റെ ആനന്ദവും ലഭിക്കപ്പെടാനിടയായി തീർന്നു. ഈ ലോകമെന്ന് പറയുന്ന ഒരു വലിയ സിനിമാശാലയാണ്. കോട്ടയം അപ്സര തിയേറ്റർ വലിയൊരു സിനിമാശാലയാണ്. ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. പ്രകൃതി ഇതിന്റെ നിർമ്മിതാവാണ്. ഇതിൻ്റെ അകത്തെ അഭിനേതാക്കളായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെല്ലാം. ഇതിൻ്റെ അകത്തെ നായകൻ ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവാണ്. ഇതിൻ്റെ അകത്തെ നായിക ദൈവത്തിന്റെ സഭയാണ്. കൃപായുഗത്തിന്റെ അവസാനം നായകൻ വന്ന് നായികയെ ചേർത്ത് വില്ലനെ വകവരുത്തി പോകുന്നതിനോടുകൂടെ കൃപായുഗം അവസാനിക്കും. യേശുക്രിസ്തു മധ്യാകാശ മണ്ഡലങ്ങളിൽ വന്ന് തന്റെ സഭയെ ചേർത്ത് പോകുന്നതിനോടുകൂടെ സുവിശേഷത്തിന്റെ വാതിലടയുക. നീ ഒരു പ്രൈസ്തലോടിനു വേണ്ടി നീ കയറിയിറങ്ങും, ഒരു യോഗത്തിന് വേണ്ടി നീ ഓടി നടക്കും. അന്ന് പറയുന്നവരും എടുക്കുന്നവരും ആരും ഉണ്ടായിരിക്കുകയില്ല. ഈ രോഗത്തിന്റെ ആദ്യത്തെ ദിവസം സുവിശേഷ വിരോധികളായി യേശുക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഞങ്ങളെപ്പോലുള്ളൊരു വ്യക്തിക്ക് സർവശക്തനായ ദൈവം കാണിച്ച കരുണ ഇന്ന് രാത്രിക്കാലം നീയും മറന്നു കളയരുത്. ക്രിസ്തീയ പേരുള്ളത് കൊണ്ടോ ക്രിസ്ത്യാനിറ്റി കുടുംബത്തിൽ പെട്ടതുകൊണ്ടോ ജീവപുസ്തകത്തിൽ നിന്റെ പേര് വിടത്തില്ല. നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താണ് മാനസാന്തരം? മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ആധ്യാത്മിക രൂപാന്തരമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സ്തോത്രം പറയാൻ എളുപ്പമാ, ഹല്ലേലൂയ പറയാൻ എളുപ്പമാ, സ്നാനപ്പെടാൻ എളുപ്പമാ, കർത്തൃമേശ എടുക്കാൻ എളുപ്പം, എല്ലാം എളുപ്പമാ. പക്ഷെ മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന ആ സിസ്റ്റം നമുക്കൊരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. അതിനേറിയ നാളുകൾ നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ രക്തവുമായിട്ടൊരു കോമ്പിനേഷനും വന്നെങ്കിൽ മാത്രമേ ഒരു നല്ല ഹൃദയം നമുക്ക് ലഭിക്കത്തുള്ളൂ. ആ ഹൃദയം ലഭിക്കുന്നതിനോടുകൂടെ കരുത്തനായി, ശക്തനായി, ശത്രുവിനെ ജയിച്ചവനായി, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ പൈതലിനായി ദൈവം നിന്നെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ട് മാറ്റി നിർത്തുകയാണ്. ദൈവത്തിന്റെ മഹത്വം. ഒരു ശക്തിക്കോ വ്യക്തിക്കോ വാഴ്ചയ്ക്കോ അധികാരത്തിലോ നിന്നെ തൊടാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിലെ മന്ത്രവാദികൾ വടി താഴെയിട്ടു, ഒരു പടുകൂറ്റ സർപ്പമായിട്ട് മാറി. ഉടനെ മിസ്രയീമിലെ മന്ത്രവാദികൾ വടി താഴെയിട്ടു, ഒത്തിരി സർപ്പങ്ങളായിട്ട് മാറി. നമ്മളിവിടെ ഈ തോട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന കട്ടപ്പുളവൻ പോലെ ഇത്ര നീളമുള്ള ഞാഞ്ഞൂല് പോലുള്ള 10-12 ഞാഞ്ഞൂല് പോലുള്ള കട്ടപ്പുളവന്മാരെ ഫറവോന്റെ മന്ത്രവാടി വഴികൾ താഴെയിട്ടപ്പോൾ തന്നെ കട്ടപ്പുളവന്മാർ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയുടെ ഒരു സാധനമുണ്ട്, പർവ്വതത്തിന്റെ മുകളിൽ ദൈവം കൊടുത്തു വിട്ടതാണ്. ആ വടി താഴെയിട്ടു. താഴെ ഇടുക ഒരു കിങ്കോബ്ര പാപ്പിയെല്ലാം എടുത്ത് രണ്ട് ചീറ്റി ഈ 12ന്റെ മുമ്പിൽ അങ്ങോട്ട് ചീറ്റി അങ്ങോട്ട് നിന്നു. എന്നിട്ട് ഒരു അറ്റം മുതൽ നൂഡിൽസ് വലിക്കുന്ന പോലെ ഈ 12നെയും വലിച്ചകത്താക്കി. പെന്തക്കോസ്തിന്റെ ശക്തി സകല അന്യാരാധനയെയും ആഭിചാരത്തെയും മന്ത്രവാദത്തെയും എല്ലാ വെച്ചാരാധന കെട്ടുകളും ഊറ്റിയെടുത്ത് തറ പറ്റിച്ച ശേഷം അതിന്റെ തനിനിറം കാണിച്ചേ പോകത്തുള്ളൂ. അടിച്ചമർത്താൻ നോക്കും തോറും അടിച്ചു കയറും സുവിശേഷം. എവിടെ ഒതുക്കാൻ ശ്രമിച്ചു അതിനെ വീണ്ടും വളർത്തുമെന്നാ ദൈവം. ഒരു പരാജയം നിനക്ക് വന്നിരിക്കുന്നെങ്കിൽ അത് വീഴ്ച, ദൈവം നിന്നെ സ്നേഹിക്കുന്നൊരു പരാജയം വന്നതാ. ഒരു വീഴ്ച നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയിൽ നിനക്കൊരു അനുതാപം നിനക്ക് ഉണ്ടാകുന്നതിനുകൊണ്ട് ദൈവം മനഃപൂർവ്വം നിന്നെ വീഴ്ചതാ. മിസ്റ്റർ ദാവീദ്, നീ ഇത്ര ഈ കുരുത്തം കെട്ട പരിപാടി കാണിച്ചല്ലോ. നീ അവനെ കൊന്ന് അവന്റെ ഭാര്യയെ നീ കരസ്ഥമാക്കി, ഇത്രയൊരു വൃത്തികെട്ട പണി കാണിച്ച നിന്നെ ദൈവം തമ്പുരാൻ എന്റെ ഹൃദയഷ്ടപ്രകാരമുള്ള പുരുഷനെന്നൊക്കെ പറയാന്ന് പറഞ്ഞ ദാവീദ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനാണ് ചോദിച്ചത് അതെങ്ങനെയാ മിസ്റ്റർ ദാവീദേ? അച്ഛാ, അതിന്റെ കാര്യം എല്ലാം ചോദിച്ചാൽ ഞാൻ ഗോലിയാത്തിനെ കൊന്നുള്ള കാര്യം ശരിയാ, കരടിയെ വലിച്ചു കയറിയത് ശരിയാ, ദാവീദിനെ ഇതൊക്കെ ഞാൻ ചെയ്ത. പക്ഷേ അതുകൊണ്ടൊന്നും അല്ല. ഞങ്ങളുടെ നാഥാം പ്രവാചകൻ മുഖപക്ഷം നോക്കാതെ വന്ന് ഞാൻ ചെയ്ത തെറ്റെൻ്റെ മുഖത്ത് നോക്കി തീർത്തെന്നോട് പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ അനുതാപവും ഹൃദയ തകർച്ചയും ഉണ്ടായി.
അന്ന് തമ്പുരാൻ പറഞ്ഞതാ, നീയാടാ മുടുക്കൻ. അവന് അനുതാപമുള്ളൊരു ഹൃദയമുണ്ടായി. നാഥാം പ്രവാചകൻ കടന്നു എന്ന് അവന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവനൊരു അനുതാപമുള്ള ഹൃദയമുണ്ടായി. തെറ്റ് ചെയ്തതാണെങ്കിൽ അങ്ങ് സമ്മതിച്ചോണം. നാട്ടുകാർ ചില തെറ്റുകൾ നിന്നെക്കുറിച്ച് പറയുമ്പോൾ അതില്ലാത്തതാണെങ്കിൽ ഒന്നും മിണ്ടാൻ പോകണ്ട, പറഞ്ഞവൻ കൊണ്ട് അതിന് പിന്നെ അനുഭവിച്ചോളും. അത് പറഞ്ഞ കാര്യം റിയൽ ആണെങ്കിൽ, കർത്താവേ അവർ പറഞ്ഞ കാര്യം ശരിയാണല്ലോ, അടിയന്റെ ജീവിതത്തിലുണ്ട്, എനിക്ക് എന്നൊരു വിടുതൽ തരണമേ, അടിയനെ തന്നെ സമർപ്പിക്കുന്നു, നിന്നെയാണ് ദൈവം എന്ന് പറയാൻ മാനിക്കുന്നു. പ്രൈസ് സ്ഥലം. അല്ലെ ഉടക്കി നിൽക്കുന്നു. നിങ്ങൾ കണ്ടെങ്കിലെന്ന് പറഞ്ഞോ, അത് അങ്ങനെ എവിടെ വെച്ചാ പറയാൻ പോവരുത്. ഉള്ളതാണെങ്കിൽ അത് സമ്മതിച്ചേറ്റു പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ വമ്പൻ വിജയത്തിലേക്ക് വരാൻ പോവുകയാണ്. ചില വഴികളും വാതിലുകളും അടഞ്ഞെന്നോർത്തൊന്നും ഭാരപ്പെടേണ്ട, അത് അടഞ്ഞിട്ടൊന്നുമില്ല. നിനക്ക് വേണ്ടിയുള്ള പാക്കേജ് നിനക്ക് വേണ്ടി തന്നെയാണ്. അതിന്റെ കൈ വരും. ആളിച്ചുറ് റെഡിയാകാനുണ്ട്. അതുകൊണ്ട് ആ സംഭവം പ്രൈസ് അത്രയേ ഉള്ളൂ സംഗതി. കനത്തെ ഒരു ദൈവകൃപയ്ക്കും വ്യക്തിപരമായ നിലയിൽ യേശുവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ബന്ധമുണ്ട്. സംസാരിക്കണം, ദൈവമായിട്ട് ബന്ധപ്പെടണം. പ്രൈസ്. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയുണ്ട്. എഫെസോസ് സഭ, സുന്ന സഭ, പെർഗമ സഭ, തുയത്തൈര സഭ, സർദി സഭ, ഫിലദൽഫിയ സഭ, ലുവദോക്കിയ സഭ. ഈ 2 സഭകൾ ഒഴിച്ച് ബാക്കിയുള്ള സഭകൾ മുഴുവൻ മാനസാന്തരപ്പെടാൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ സുന്നായി സഭയ്ക്കും ഫിലദൽഫിയ സഭയ്ക്കും മാനസാന്തരപ്പെടാൻ പറയുന്നില്ല. എന്നാൽ ഈ സഭയിൽ ആരും കൗൺസിലും കമ്മിറ്റിയും ഒന്നും ഇല്ലായിരുന്നു. ദൈവത്തിന് വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും ഒന്നും ഇല്ലായിരുന്നു. 7 ഇൻഡിപെൻഡന്റ് ചർച്ച് ഓഫ് ഗോഡ് സഭകളായിരുന്നു അത് മുഴുവൻ. അതിന്റെ അനുഭവ സംഭവത്തോടെ ഉണ്ടായിരുന്നു. ഒരു സഭയ്ക്കകത്ത് ഒരു സഹോദരി കയറി പ്രശ്നമൊക്കെ ഉണ്ടായി. അവളെ എടുത്ത് ദൂരം കളയാൻ പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധ അൽമ പോട്ടെ, ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഒരു ഫിലദൽഫിയ സഭയ്ക്ക് ഒരു ദൂത് ദൈവം കൊടുത്ത എന്താ? ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൊള്ള. നിങ്ങളോട് പറഞ്ഞു കേട്ടോ, അല്പമേ ശക്തിയുള്ളവെങ്കിലും നിങ്ങൾ എന്റെ വചനത്തെ കാത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു വാതിൽ നിനക്ക് ദുരുപദേശക്കാരനും പ്രോസ്പെരിറ്റിക്കാരനും ന്യൂ ജനറേഷൻകാരനും ഉന്തി വീഴ്ത്തുന്നവനും കാവടിയാട്ടത്തിന്റെ അടുത്ത് പൂത്തിരി വിട്ട് അന്യഭാഷ കോട്ടയത്ത് കളന്ന് കളിക്കുമ്പോൾ കർത്തൃദാസന്മാരെ, നിങ്ങളെ മാനിച്ചില്ല ദൈവം തമ്മിൽ ആരെയാണ് മാനിക്കുന്നത്? ദൈവത്തിൽ നിങ്ങളെ മാനിച്ചില്ലേ ആരെയാണ് മാനിക്കുന്നത്? സത്യത്തിന് വേണ്ടി നിന്നാൽ സ്വർഗം തന്നെ മാനിക്കും. ശബന ഹദ്ദുരാജകൾ ഖമന ഘടകസിയ. വചനത്തിനെ പ്രാധാന്യത കൊടുക്കാവൂ. ചെപ്പടി വിദ്യയുടെ പുറകെ പോകരുത്. പരിശുദ്ധാത്മാവിന്റെ വ്യാജ്യ പരിപാടി നടത്തരുത്. അന്യാന്യം കത്തിക്കരുത്. ദൈവത്തിനും ധൈര്യത്തോടെ സംസാരിക്കണം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാക്കി ഉറങ്ങാൻ വിട്ട് മടങ്ങി. അപ്പൊ ദൈവത്തെ എങ്ങനെയാണ്? തിയറി, തോട്ട്സ്, ഹിസ്റ്ററി, ചരിത്രമൊക്കെ പഠിച്ചോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കർത്താവിൽ നിന്നും പ്രാപിച്ച ശുശ്രൂഷ വേണം സഭയ്ക്കും ജനത്തിനും സമൂഹത്തിനും. അപ്പോൾ ദേശത്ത് വേല വിശാലമാകും, ജനം വിടുതൽ പ്രാപിക്കും, തിരുനാമം മഹത്വപ്പെടും, പെന്തക്കോസിന്റെ ഉണർവ് ജനങ്ങളിലേക്ക് വരും. പഴയതുപോലെയുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അനുഭവങ്ങൾ ജനത്തിനുണ്ടാകും. ദൈവത്തിന്റെ മഹത്വം അതിലേക്ക് വരണം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധ എന്ന് പറയും. ചിലർക്ക് പിണങ്ങും. ദൈവവചനം തുറന്ന് പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമുണ്ടാകത്തില്ല. യൂദ അപ്പകണ്ടം മേടിച്ച ഉടനെ അവനിവിടെ എഴുന്നേറ്റ് പോയതുപോലെ പ്രസംഗത്തിന്റെ അകത്തൊക്കെ ചില പുള്ളികൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ അവർ 9:30 ഒന്നും ഇരിക്കത്തില്ല. അതിന് മുമ്പായി തന്നെ അവർ ഹരം കാലിയാക്കി പോകും. ദൈവത്തിന് മഹത്വം. നിങ്ങളും പോകുന്നില്ലേ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? പ്രൈസ് ദി ലോർഡ്. മീൻപിടുത്തക്കാരൻ പറഞ്ഞ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? എടുത്തിയാട്ടക്കാരനാ, ഉഴപ്പനാ, പ്രൈസോല, പല കുഴപ്പങ്ങളും കയ്യിലുള്ള ആളാ. പക്ഷെ സുവിശേഷത്തിന് വേണ്ടി മുൻകോപിയാണെങ്കിലും യേശു എന്ന് പറഞ്ഞാൽ അവന് വലിയൊരു ജീവനായിരുന്നു. ആർക്കും കണക്കാൻ അടുത്തൊരു ഉള്ളു സ്നേഹം യേശുവിന് നിനക്കുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴി വളരെ ശ്രേഷ്ഠകരമായ ഒരു വഴിയായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഒരിക്കൽ അമേരിക്കയിൽ ഒരു കൺവെൻഷൻ നടന്നു. 2010 ഇന്ത്യ പെന്തക്കോസ്തയുടെ കൺവെൻഷൻ അമേരിക്കയിൽ നടക്കുക, റോച്ചസ്റ്ററിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് കൽപ്പന ഏണസ്റ്റ്, വത്സൻ എബ്രഹാം, ബാബു ചെറിയൻ, എന്നെ, ഇങ്ങനെ ഞങ്ങൾ 4 പേരെ വിളിച്ചത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സമയം എനിക്ക് അനുവദിച്ചത്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് നിർത്താറായപ്പോൾ സദസ്സ് വിളിച്ചു പറഞ്ഞു, പ്രസംഗം നിർത്തണ്ട, പ്രസംഗം മുമ്പോട്ട് പോട്ടെ പ്രീസോ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സാർ, എനിക്ക് ഇത്രയും സമയമില്ല, അത് ഉപദേശിയല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഡോക്ടറേറ്റ് ഇല്ല, റവറൻറ്റ് ഇല്ല, PTH ഇല്ല. 5000 രൂപ കൊടുത്താൽ ഒരു ഡോക്ടറേറ്റ് കിട്ടും. അവിടെ നാഗർകോവിൽ ചെന്നാൽ മതി. ആരെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് മേടിച്ചു. പ്രീസലോ, ഞാനിത് കേട്ടത് ദൈവമേ എനിക്ക് ഒരെണ്ണം കിട്ടിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് വലിയ വിഷമമായിരുന്നു കേട്ടോ. ദൈവം പറഞ്ഞു, ഒരു ഡോക്ടറേറ്റും ഇല്ലാതെ, ഒരു PTH ഇല്ലാതെ, ഒരു ഡിഗ്രി ഇല്ലാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചതുപോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ശുശ്രൂഷ ഞാൻ നിനക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. നിന്നെക്കാട്ടിലും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിന്നെ ഞാൻ ഇത്രയും രാജ്യങ്ങളിൽ നടത്തി ഇതുപോലുള്ള ശുശ്രൂഷ എന്തുകൊണ്ട് നടത്തിച്ചു? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വാരിക്കാട് PV ആശാരിയിലെ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൺവെൻഷൻ നടത്തി കൂട്ടത്തിൽ ആൾക്കാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി പടക്കം പൊട്ടിച്ചു പന്തലിന്റെ പുറത്ത്. ജനം 4 പാല് ഓടി. പുള്ളി പറഞ്ഞു, പടക്കം പൊട്ടിച്ചവന്റെ വയർ 3 പ്രാവശ്യം പൊട്ടും.
പടക്കം മേടിച്ചു കൊടുത്തോണ്ട് നെഞ്ചത്തോടെ ലോറി കയറി ഇറങ്ങും. മൂന്നാമത്തോണ്ട് ആസൂത്രണം ചെയ്തവൻ വെള്ളമിറങ്ങാതെ മരിക്കും. 3 പേരും അതുപോലെ തീർന്നു. ഒരുത്തൻ മദ്രാസ് ലോറി കയറി ചത്തു. മറ്റവൻ 3 പ്രാവശ്യം ബെഞ്ചമിന്റെ ഡോക്ടറുടെ വയറ് കയറി ഓപ്പറേഷൻ ചെയ്ത് കുടലും കൊണ്ട് താഴെ പോയി അവൻ മരിച്ചു. മത്തായിക്കുട്ടി 14 കൊല്ലം വെള്ളം കുത്തി ഇറക്കുകയായിരുന്നു. പ്രൈസലോ പാത്രം പല്ല വായിച്ചാൽ വടി കൊടുത്ത് അടി മേടിച്ചതാ. ആ വീട്ടിൽ ഞാൻ വീണ്ടും 14 കൊല്ലം കഴിഞ്ഞ് അവിടെ ചെന്ന് താമസിച്ച 16 പേരെ 1 മാസത്തെ മീറ്റിങ്ങിൽ മണിമന്റിയാലിൽ സ്നാനപ്പെടുത്തി. അപ്പൊ നാട്ടുകാർ കൂടി പറഞ്ഞു, ഇവൻ മറ്റവന്റെ ആളാ, ഇവനെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെത്തല്ല ഒരു വട്ടം പിടിച്ചു. ഞാൻ ഒരു പെന്തക്കോസുകാരന്റെ വീട്ടിലാണ് താമസിച്ചത്. അയാൾ പറഞ്ഞു, ഇവിടുന്ന് പൊക്കോ അല്ല തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടിയല്ലേ, എനിക്ക് മരിക്കാൻ തയ്യാറാണ്. ഇന്ന് ഈ കൂടെ രാത്രി ഞാനിവിടെ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ ആരെങ്കിലും ഒരു തോക്കുമായിട്ട് എന്നെ ഇവിടെ വെച്ച് വെടിവെച്ച് വന്നാൽ ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യവാനായ മനുഷ്യനാണ്. വലിയ ഭാഗ്യവാനായ ഒരു മനുഷ്യനാ. പക്ഷേ ഞാൻ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ പറഞ്ഞേച്ചേ കാഞ്ചി വലിക്കാവൂ, അല്ല താൻ ചാകുമെന്ന് അറിയാനായിട്ടൊന്ന് വെടിവെച്ചോട്ടോ എന്ന് പറഞ്ഞാണല്ലോ ഒരു പ്രതിഫലം കിട്ടത്തില്ല. ഇയാൾ സുവിശേഷം പറഞ്ഞതുകൊണ്ട്, യേശുവിനെ പ്രസംഗിച്ചതുകൊണ്ട് തന്നെ കൊല്ലാൻ പോവുകയാണ്. വളരെ സന്തോഷം. പ്ലീസ് ഹെൽപ്പ് മീ, വെക്കൂ വെടി, കൊല്ലു എന്നെ. ഞാൻ വേഗം എൻ്റെ കർത്താവിന്റെ സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലട്ടെ. എനിക്ക് ചെല്ലാൻ വലിയൊരു ആനന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ ജീവിതം തകർന്നതാ മംഗലാപുരത്ത് വെച്ച്. അവിടെ വെച്ച് എൻ്റെ ജീവിതം തീർന്നതാണ്. എനിക്ക് കിട്ടിയ 14 years എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരിൽ ഇന്ന് രാത്രികാലം ജീവൻ നഷ്ടപ്പെട്ട പലരും പുനരുത്ഥാനത്തിന്റെ ദൈവത്തിന്റെ കരുണയാൽ രണ്ടാമത് ജീവൻ കിട്ടിയ ഒട്ടനവധി ദൈവദാസന്മാർ ഇവിടെയും അവിടെയുണ്ട്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുകൊണ്ടെന്ന് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെയാണ്. ആ തീവ്രവാദി രക്ഷിക്കപ്പെട്ടു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഷണ്ടൻ രക്ഷിക്കപ്പെട്ടു, കൊർന്നല്യോസ് കുടുംബമായി ദൈവഭാഗത്ത് വന്നു. ഇതൊക്കെ എന്തുകൊണ്ടാ? ഇവരെല്ലാം ബുദ്ധിമാന്മാരായിരുന്നു, കഴിവുള്ളവരാ, ഗവൺമെന്റ് സർവീസിലിരുന്നവരാ, ഉന്നതന്മാരാ, കുടുംബത്തിൽപ്പെട്ടവരാ. പക്ഷെങ്കിൽ സത്യസുവിശേഷത്തിന്റെ മഹത്വം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്.